പ്രൈസ് ലോർഡ്. എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ജോയ്സ് ടി വിയിലൂടെയുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളൊക്കെ കർത്താവിൽ സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളുടെ ഈ ചാനലിലൂടെ കടന്നു വരുന്ന സാക്ഷ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആത്മീക ജീവിതത്തിൻ്റെ വർധനവിനും അനുഗ്രഹത്തിനും കർത്താവിനോട് നിങ്ങളെ അടുപ്പിക്കുന്നതിനൊക്കെ മുഖാന്തരമായി തീരുന്നെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. പിന്നെയും വളരെയധികം ശ്രദ്ധയോടും പ്രാർത്ഥനയോടും കൂടെ ഒക്കെ നിങ്ങൾ സാക്ഷ്യങ്ങൾ കേട്ടാൽ അത് കൂടുതലായി കർത്താവിനോട് നിങ്ങളെ അടുപ്പിക്കുന്നതിന് മുഖാന്തരമായി തീരും. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിൻ്റെ ദാസനാണ് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം ഷെയർ ചെയ്യേണ്ടതിന് കടന്നു വന്നിരിക്കുന്നത്. കർത്താവ് തന്നെ വിടുവിച്ച വലിയൊരു വിടുതൽ തൻ്റെ ജീവിതത്തിലുണ്ട്. പ്രിയ ദൈവമക്കൾക്ക് ജീവിതത്തിൽ അത് വലിയൊരു ആശ്വാസവും അനുഗ്രഹവുമായി തീരുമെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. ആ ജീവിതത്തിൻ്റെ അനുഭവം ഷെയർ ചെയ്യേണ്ടതിന് ജോയ്സ് ടി വിയിലേക്ക് പ്രിയ കർത്താവിൻ്റെ ദാസനെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ആമേൻ. പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ ദാസനെ എന്തുകൊണ്ട്? പ്രൈസ് ലോർഡ്. നല്ല വിശേഷം, സന്തോഷമായിരിക്കുന്നു. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. ദേവദാസനെ എവിടെ നിന്നാണ് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്? ഞാൻ കോട്ടയം ജില്ലയിൽ കോതനല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ്. ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിലിപ്പോൾ ഞാൻ ഫാമിലി ആയിട്ട് മാറി താമസിക്കുകയാണ്. സുവിശേഷ വേലയോടുള്ള ബന്ധത്തിൽ ഭാര്യ 3 മക്കളും ഉണ്ട്. ഞങ്ങൾ കോതനല്ലൂർ ചർച്ചിൻ്റെ. ഓക്കെ, പാസ്റ്ററോടൊപ്പം ആയിരിക്കുന്നില്ല, ഞങ്ങൾക്കും സന്തോഷമുണ്ട്. പാസ്റ്ററിൻ്റെ വലിയൊരു അനുഭവം ഉണ്ടല്ലോ, കർത്താവ് വിടുവിച്ച വിടുതലൊക്കെ ഉണ്ടല്ലോ. നമുക്ക് കേൾക്കാം. അതിലേക്ക് കടന്നു പോകുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, സ്തോത്രം ചെയ്യുന്നപ്പാ. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനാൽ നന്ദി കർത്താവേ. പ്രത്യേകാൽ പ്രിയദാസനെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവ് നടത്തിയ വിധങ്ങളും വഴികളും ഒക്കെ കേൾക്കുവാനും കർത്താവെ കേൾവിക്കാരുടെ ജീവിതത്തിൽ അത് വലിയൊരു അനുഗ്രഹവും വിടുതലുമാകുവാനും കർത്താവിൻ്റെ നാമം ഈ സാക്ഷ്യത്തിലൂടെ ഉയർത്തപ്പെടുവാനും കർത്താവ് സഹായിക്കുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്നു. അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വായോടും നാവോടും അങ്ങ് കൂടെ ഇരുന്നാട്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. പ്രൈസ് ലോർഡ്. പാസ്റ്ററെ, ഇനിയുള്ള സമയം ഞാൻ പാസ്റ്ററിന് നൽകി തരികയാണ്. പാസ്റ്ററിൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം പാസ്റ്ററിന് ഷെയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു പാസ്റ്ററെ. ഓക്കെ, താങ്ക് യു. എൻ്റെ പേര് ജോൺസൺ മാത്യു എന്നാണ്. കോട്ടയം ജില്ലയിലെ വൈക്കം താലൂക്കിൽ കടുത്തുരുത്തി മണ്ഡലത്തിൽ മാഞ്ഞൂർ പഞ്ചായത്തിൽ ഇരവിമംഗലം കരയിൽ ഊന്നുകല്ലെന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ കുടുംബമായി താമസിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ അപ്പച്ചനും അമ്മച്ചിക്കും ഞങ്ങൾ 5 മക്കളാണ്, 3 ആണും 2 പെണ്ണും. എനിക്ക് മുകളിലായിട്ടൊരു പെണ്ണും ഒരാണും, എനിക്ക് കീഴെയായ ഒരാണും ഒരു പെണ്ണും. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്രൈസ്തവ പശ്ചാത്തലത്തിൽ CSI സഭയോടുള്ള ബന്ധത്തിൽ ഞങ്ങൾ വിശ്വസിക്കുകയും അങ്ങനെ ഒരു വിശ്വാസധാര പിന്തുടരുന്ന കാലഘട്ടത്തിലാണ് ഞാൻ യേശുവിനെ അറിയുവാനിടയായി തീർന്നത്. 1971 7/5/1971 ഞാൻ ജനിക്കപ്പെട്ട വർഷമാണ്. ഇന്നെനിക്ക് 55 വയസ്സാകുന്നു. CSIയുടെ പശ്ചാത്തലത്തിൽ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അവിടുത്തെ ആത്മീയ കാര്യങ്ങളൊക്കെ സൺഡേ സ്കൂളിൽ പഠിക്കുന്നു, യൂത്തിൽ പ്രവർത്തിക്കുന്നു. പിന്നീട് കുറച്ചും കൂടി വളർന്നു കഴിഞ്ഞപ്പോൾ 10ാം ക്ലാസ്സോടുകൂടി വിദ്യാഭ്യാസം അവസാനിച്ചു. അതിനുശേഷം വിമോചന പ്രസ്ഥാനങ്ങളിൽ പങ്കെടുക്കും CSIയുടെ. അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിൽ പിന്നെ ഒരു ചെറിയ തൊഴിലിനോടുള്ള ബന്ധത്തിൽ അന്ന് 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ടാപ്പിങ് പഠിക്കുകയും അവിടെ നിന്ന് ലഭിക്കുന്ന പൈസ കൊണ്ട് ഞാൻ ഡ്രൈവിങ് പഠിക്കുകയും ആ പൈസ കൊണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ എടുത്തതിന് ശേഷം ഞാൻ വീണ്ടും 19-20 വയസ്സുള്ള സമയത്ത് കോട്ടയത്തെ ദീപികയുടെ പത്രവണ്ടി ഓടിക്കുവാനായിട്ട് ഞങ്ങളുടെ അടുത്തുള്ള ഒരു ഏജൻറ്റ് മുഖാന്തരം വെളുപ്പിനെ പത്രം ഇടാൻ വേണ്ടിയും പോകും. ജീപ്പ് ഓടിക്കുന്നു. അങ്ങനെ കവലയിൽ ജീപ്പ് സ്റ്റാൻഡിലൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുന്ന ഒരു കാലഘട്ടം 93-92 കാലഘട്ടത്തിൽ എൻ്റെ ഒരു അങ്കിള് വിശ്വാസത്തിലുണ്ടായിരുന്നു ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത്. അപ്പോൾ ഞങ്ങളുമായിട്ട് ഏറ്റവും അടുത്തിടപെടുന്നതുകൊണ്ട് എപ്പോഴും അങ്കിളിനെ ആൻറ്റിനെ കാണാൻ പോവുകയും സംസാരിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ അവരുടെ വെള്ളിയാഴ്ച പ്രാർത്ഥനകളിലും ഞായറാഴ്ചത്തെ
ആരാധനകളിലുമൊക്കെ പങ്കെടുക്കും. അദ്ദേഹത്തിന് വലിയ കാര്യമാണ്. അപ്പോൾ എൻ്റെ കഴിഞ്ഞകാല ജീവിതമായതുകൊണ്ട് ഞങ്ങളെ കുറച്ച് ഒന്ന് രണ്ട് ചെറുപ്പക്കാരുണ്ടായിരുന്നു. ഞങ്ങൾ മദ്യപിച്ചിട്ടൊക്കെ അവിടെ ചെന്നിരിക്കുമ്പോഴും അദ്ദേഹത്തിന് അതൊരു വലിയ സന്തോഷമാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ മദ്യപിച്ച് സഭയിലെത്തിയിട്ട് അല്ലെ പുകവലിച്ചിട്ട് സഭയിലെത്തിയിട്ട് സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ഒരു പാസ്റ്ററെ എനിക്കിന്ന് വരെയും കാണാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ VG നാണപ്പൻ എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട ദിവസം. അദ്ദേഹം ഇന്നില്ല. അദ്ദേഹം ഒരു 8-9 മാസങ്ങൾക്ക് മുമ്പ് നിത്യത്തിൽ ചേർക്കപ്പെടുവാനിടയായി. അടുത്ത മാസ്യോഗത്തിനൊക്കെ ഞങ്ങൾ മദ്യപിച്ചിട്ട് ഭക്ഷണം വിളമ്പിയിട്ടുണ്ട്. എന്നാലും വിശ്വാസികളൊക്കെ ഞങ്ങളെക്കുറിച്ച് കുറ്റം പറയുമ്പോൾ ആ മനുഷ്യൻ അതൊന്നും സാരമില്ല, ഇവരെയൊക്കെ ആവശ്യമുണ്ട് ദൈവത്തിന് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വർഷത്തോളം ഞങ്ങൾ അങ്ങനെ അദ്ദേഹത്തുമായിട്ട് ബന്ധപ്പെട്ട് ഞാനങ്ങനെ പോവുകയും അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുമ്പനാട് കൺവെൻഷൻ എന്ന് കേൾക്കുന്നത്. നമുക്കറിയാം പൊതുവെ ഇങ്ങനെ കുമ്പനാട് എന്ന് പറയുന്ന പ്രദേശത്ത് പെന്തക്കോസ്തുകാരുടെ ഒരു കേന്ദ്രമുണ്ടെന്നൊക്കെ അറിയാം, പക്ഷെ പോയിട്ടില്ല. അപ്പം എന്നോട് ചോദിച്ചു ഇങ്ങനെ കൺവെൻഷന് പോകുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഞാൻ പറഞ്ഞുകൊണ്ടെന്ന് പറഞ്ഞു. വെറുതെ പോയ കഞ്ചീപ്പൊക്കെ വിളിച്ച് പോയ കൂട്ടത്തിൽ ഞാനൊരു കൂടെ പോയി. അതൊരു വലിയ അനുഭവമായിരുന്നു. ഒത്തിരി വെള്ള വസ്ത്രധാരികളായ ഒരുപാട് വിശ്വാസികളെ അപ്പം നമ്മൾ അകലെ നിന്ന് കാണുകയും വിമർശിക്കുകയും ചെയ്തിട്ടുള്ള അടുത്ത് കണ്ടപ്പോൾ വലിയ സന്തോഷമൊക്കെ തോന്നി അവരോടൊപ്പം. അപ്പോൾ എന്നോടൊരു കാര്യം പറഞ്ഞു, നീ പന്തലിനകത്തൊന്നും പുകവലിക്കരുത്, പുറത്തെവിടെയിലൊക്കെ പോയി അതൊക്കെ ചെയ്യാവുള്ളൂ. ഇവിടെ എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായി ഇതൊരു വിശുദ്ധ ഭൂമിയാണ്, അല്ലെങ്കിൽ ഇവിടെ അങ്ങനെയുള്ള ജീവിത രീതികളൊന്നും പറ്റില്ല. എന്തായിരുന്നാലും ആ കൺവെൻഷനെ കൂടി അത് തീരുന്ന ദിവസങ്ങളോടുള്ള ബന്ധത്തിലായിരുന്നു. തിരിച്ചു വന്ന് ഞാൻ 2 ദിവസമായിട്ട് വീട്ടിലില്ലായിരുന്നു. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഏകദേശം ഒരു 6:30 സമയം കഴിഞ്ഞു. എൻ്റെ ഫാദർ വീട്ടിലുണ്ട്. എന്നെ വീടിൻ്റെ അകത്തേക്ക് കയറ്റാതെ വാതിക്കൽ നിന്നുകൊണ്ട് ഫാദർ ചോദിച്ചു, നീ എവിടെയായിരുന്നു കഴിഞ്ഞ 2 ദിവസങ്ങളിൽ? പുറത്തു പോകിയാലും ജോലിക്ക് പോയാലൊക്കെ പറഞ്ഞിട്ട് പോകുന്നത് കൊണ്ട് 2 ദിവസം കാണാതെ വന്നപ്പോൾ പിതാവെന്ന നിലയിൽ വലിയ വേദന അദ്ദേഹത്തിനുണ്ടായിരിക്കാം. ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനിവിടെ കുമ്പനാട് ഒരു കൺവെൻഷൻ ഉണ്ടായിരുന്നു, അതിന് പോയതാണ്. പെന്തിക്കോസുകാരുടെ ആണോ? ഞാൻ പറഞ്ഞത് CSIക്കാരനായിരിക്കുന്ന നീ പെന്തിക്കോസുകാരൻ്റെ കൺവെൻഷന് പോകേണ്ട കാരണമെന്താ, കാര്യമെന്താ? അത് ബോധിപ്പിച്ചിട്ട് അകത്തേക്ക് കയറിയാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ അച്ഛാ അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, സ്നേഹത്തോടെ അങ്കിള് വിളിച്ചപ്പോൾ ഇങ്ങനെ പോയതാണ്. അങ്ങനെയെങ്കിൽ ഇനി മുതൽ നീ എൻ്റെ മകനല്ല, എൻ്റെ വീട്ടിൽ കയറണ്ട എന്ന് പറഞ്ഞു. അദ്ദേഹം വാതിക്കൽ തന്നെ വന്നു. അപ്പോൾ അതൊരു ശക്തമായ തീരുമാനമാണെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ ഫാദറിനെ എനിക്ക് ഏറ്റവും അടുത്തറിയാം. അപ്പോൾ ഞാൻ തന്നെ തിരിഞ്ഞ് മുറ്റത്തോട്ട് ഇറങ്ങി, അവിടെ നിന്ന് സ്റ്റെപ്പുകൾ ഇറങ്ങി താഴ്ത്ത വഴിയിലേക്ക് പോയി. അപ്പോൾ അപ്പച്ചൻ്റെ പെങ്ങളുടെ മകൾ, സഹോദരിയുടെ മകൾ വിശ്വാസത്തിൽ വന്നിട്ട് 2 വർഷമേ ആയിട്ടുള്ളൂ. അവർ ഈ നാണപ്പന അങ്കിളുടെ സഭയിലാണ് പോകുന്നത്. അവർ മധുരവേലി എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. അവരുടെ പേര് ഫിലോമ എന്നാണ്. അപ്പം ഞാൻ എന്നാൽ അങ്ങോട്ടൊന്ന് പോവാം, അഞ്ചോടി വിഷയങ്ങളെന്ന് പറയും. ഫാദർ അങ്ങനെ ഇറക്കി വിട്ട പോലെ വേദന തോന്നി മനസ്സിന്. ഞാൻ ഏറ്റവും സ്നേഹിക്കുന്നൊരു മകനുമാണെന്ന് എനിക്കും അറിയാം. അപ്പോൾ എന്നോട് അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് വളരെ വേദനയുണ്ടായി. അപ്പം ഞാൻ അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു. എന്തായാലും ഞാൻ അടുത്ത ബസ് കയറി അവിടെ പോയി കുളിച്ച് ഞാൻ അവിടെ, ചേച്ചി അവിടെ ഇല്ലായിരുന്നു, ചേച്ചി 2 കുഞ്ഞു മക്കളുണ്ടായിരുന്നു, അവരുമായിട്ട് വർത്താനം ഞാൻ ആ കട്ടിലൊന്ന് വിശ്രമിച്ചു. മനസ്സ് മുഴുവനും ഈ ഒരു ഭാരമായിരുന്നു. ഫാദർ എന്നെ അങ്ങനെ ഇറക്കി വിട്ടല്ലോ, നീ എൻ്റെ മകനല്ലെന്ന് പറഞ്ഞല്ലോ. ഞാൻ ഇവർക്ക് തലവേദന ഉണ്ടാക്കുന്ന രീതിയിൽ ജീവിക്കുമ്പോൾ ഇവർക്കൊക്കെ ഒരു പ്രശ്നമില്ലായിരുന്നല്ലോ. അപ്പം ഞാനൊരു ആത്മീയ കൂട്ടായ്മയിൽ പങ്കെടുത്തപ്പോൾ അവർക്ക് ഇത്രയും രോക്ഷമുണ്ടാകേണ്ട, അല്ലെങ്കിൽ ഇത്രയും പ്രശ്നങ്ങളുണ്ടാകേണ്ട കാര്യം എന്താണെന്ന് ചിന്തിച്ചിട്ട് എനിക്കൊരു എത്തും പിടിയും കിട്ടിയില്ല. ഞാൻ അവിടെ ഒരു ദിവസം താമസിച്ചു. അപ്പോൾ ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. എന്നാ പറഞ്ഞ്, അച്ഛൻ്റെ സ്വഭാവം നിനക്കറിയാവുന്നതല്ലേ, സാരമില്ല, നീ നാളെ പൊക്കോ, അല്ലെങ്കിൽ ഇവിടെ 2 ദിവസം നിൽക്കുക, വേണ്ട എന്നാലും വിളിച്ചു പറയണല്ലോ. അന്നെങ്കിൽ ഇന്നത്തെ പോലെ ഫോൺ സൗകര്യങ്ങളൊന്നുമില്ലല്ലോ, ലാൻഡ് ഫോണേ ഉള്ളൂ. അതെൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലാണ്. ഞാൻ വിളിക്കാനൊന്നും പോയില്ല. ഞാനൊരു ദിവസം കൂടെ ഇവിടെ വന്നു. ഈ ദിവസങ്ങളിലൊന്നും ഞാൻ പത്രവണ്ടിയിൽ പോകുന്നില്ലായിരുന്നു. എന്തായാലും തിരിച്ച് ഞാൻ കവലയിൽ വന്നു. ഞങ്ങളുടെ ഡ്രൈവേഴ്സൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്നോട് സുഹൃത്ത് എന്നിട്ട് ഒരാളുടെ ഫാദർ ഇതിൻ്റെ 2 ദിവസമായിട്ട് അന്വേഷിക്കുന്നുണ്ടായിരുന്നു, എന്നെ കണ്ടില്ല, ഞങ്ങളോടൊക്കെ അത് ചോദിച്ചു, നീ എവിടെയായിരുന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ അച്ഛൻ്റെ മകളുടെ വീട്ടിലായിരുന്നു, സഹോദരി വീട്ടിലായിരുന്നു, ഞാനിപ്പോൾ രാവിലെ എത്തിയതേയുള്ളൂ, ഓട്ടം വല്ലതും ഉണ്ടെങ്കിൽ ഏതെങ്കിലും വണ്ടി പോകാൻ ചാൻസ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടി അങ്ങനെ നിൽക്കാമെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും കിട്ടിയില്ല. ഞാൻ ഉടനെ തിരിച്ച് വീട്ടിലേക്ക് നടന്നു. വീട്ടിൽ ചെല്ലുമ്പോൾ ഫാദറിൻ്റെ മുഖമൊക്കെ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി. എന്നെ അങ്ങനെ പറഞ്ഞതിലുള്ള സങ്കടം, ഞാൻ ഇറങ്ങിപ്പോയതിലുള്ള സങ്കടം,
അങ്ങനെ ഇറങ്ങി പോകാവോ? പിതാവെന്ന നിലയിൽ എനിക്ക് ശാസിക്കാനും വഴക്ക് പറയാനുള്ള അവകാശങ്ങളൊക്കെ ഇല്ലേ എന്നുള്ളതെല്ലാം എനിക്ക് ഒരു നിമിഷം ആ മുഖത്ത് നിന്ന് മനസ്സിലായി. അദ്ദേഹം എന്നോടൊന്നും സംസാരിച്ചില്ല, ജസ്റ്റ് എന്നെ ഒന്ന് നോക്കി. ഞാൻ വീടിനകത്തേക്ക് കയറി, ഞാൻ റൂമിൽ ചെന്നു, ഡ്രസ്സൊക്കെ മാറി അവിടെ കുറച്ച് സ്ഥലം അങ്ങനെ. എനിക്കെന്നാലും എൻ്റെ മനസ്സ് എന്തൊക്കെയോ ഒരു കലുഷിതമാണ്. ഞാൻ അവിടെ നിന്ന് വീണ്ടും പാസ്റ്റർ അടുത്തിലേക്ക് പോയി. പാസ്റ്റർ അടുക്കലേക്ക് പോകുന്ന സമയത്ത് വഴിയിൽ എൻ്റെ പല സുഹൃത്തുക്കളും കണ്ടു. അപ്പോൾ അവരോട് ചോദിച്ചു, നീ ഇങ്ങനെ പെന്തിക്കോസിൽ പോയോ? മുറ്റത്ത് പള്ളിയുള്ളവരല്ലേ നമ്മൾ. പിന്നെ ഇവരെല്ലാം CSIയുടെ മഹത്വങ്ങളും CSIയുടെ ആ വലിയ കൂട്ടായ്മകളെ കുറിച്ചൊക്കെ കാണുന്നവർ തന്നെയാണ് പറയുന്നത്. എനിക്കിതിൻ്റെ ഒരു വലിയൊരു അസ്വസ്ഥത ഇങ്ങനെയൊക്കെ പറയാം. ഞാൻ അന്നങ്ങളുടെ അടുത്ത് പോയി കുറച്ച് സമയമൊക്കെ പ്രാർത്ഥിച്ചു, സംസാരിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഞാനെന്നാ ഇനി ആരാധനയ്ക്കൂടെ സ്ഥിരമായിട്ട് വരും, എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല. അതുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ വലിയൊരു ആശ്വാസം. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോന്നു, വീട്ടിൽ വന്നു. കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ ഏതാണ്ട് ഒരു 3 ആഴ്ചയോളം സഭയിൽ ഇങ്ങനെ തുടർമാനമായിട്ട് പോയി. ഒരാഴ്ച എനിക്ക് വലിയ സന്തോഷം തോന്നി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു പാസ്റ്ററിൻ്റെ സാക്ഷ്യം കേട്ടു, വയനാട്ടിലുള്ള. അദ്ദേഹം ഏകനായി വീട്ടിൽ നിന്നിറങ്ങി കർത്താവിൻ്റെ വേലയിൽ ഒരു സുവിശേഷകനായി, ദേശസഞ്ചാരി സുവിശേഷകനായിട്ട് യാത്ര ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ ഇട്ട് അദ്ദേഹത്തിൻ്റെ സുവിശേഷത്തിൻ്റെ ആത്മാവിൻ്റെ ആ വലിയൊരു സംഗതി. അദ്ദേഹത്തിൻ്റെ നിന്ന് കുറേ ട്രാക്റ്റ് മേടിച്ചു, ആ ചർച്ചിലെ കുറേ ട്രാക്റ്റ് എടുത്തു. അപ്പം തന്നെ വന്നിട്ട് ഞാൻ CSIയിലെ എല്ലാ വീടുകളിലും, അവിടെ ഏതാണ്ടുണ്ടായിരുന്നു ഞങ്ങളുടെ 19 കുടുംബങ്ങളിൽ, ഞാൻ ഈ ട്രാക്റ്റ് എല്ലാ വീട്ടിലും കൊണ്ട് കൊടുത്തു. വളരെ ആവശ്യത്തോടെ എല്ലാ വീട്ടിലും വളരെ സന്തോഷം. പള്ളി പിരിഞ്ഞു പോകുന്ന സമയത്ത് ഞാൻ പള്ളിക്കാർക്കെല്ലാം കൊടുത്തു വിട്ടു, അച്ഛന് കൊണ്ടുവന്ന് ഞാൻ കൊടുത്തു. അപ്പം ഇതെല്ലാം ജീവിതത്തിൽ വലിയ സന്തോഷമായി. അപ്പം എന്നെ പലരും പല നിലകളിലാണ് വീക്ഷിക്കുന്നത്. പക്ഷേ ഞാൻ സ്നാനപ്പെട്ടിട്ടില്ല, രക്ഷിക്കപ്പെട്ടിട്ടില്ല, അഭിഷേകം പ്രാപിച്ചിട്ടില്ല, ഒന്നുമല്ല. പക്ഷെ ഞാൻ ഈ സുവിശേഷം ഇങ്ങനെ ലഘുലേഖകളെല്ലാം എൻ്റെ എല്ലാം മൊത്തം കൊണ്ട് കൊടുത്തു. പുതിയ നിയമങ്ങളൊക്കെ ഞാൻ അവിടെ നിന്ന് മേടിച്ചുകൊണ്ട് വന്ന് ഇങ്ങനെ കൊണ്ട് കൊടുത്തു. അപ്പോൾ 1 മാസമായി. അപ്പം ഞാൻ CSI പോകുന്നില്ല. എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, എല്ലാവരും ഒക്കെ എൻ്റെ ആയിട്ട് ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഫുട്ബോൾ കളിയുണ്ട്, വോളിബോളുണ്ട്, അവിടെ ക്രിക്കറ്റുണ്ട്, അതിനെല്ലാം പങ്കെടുക്കും. ഇപ്പം ചെറുപ്രായമല്ലേ, 24 വയസ്സ് ആകുന്ന സമയത്താണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഒരു തീരുമാനമെടുത്ത് പെന്തക്കോസ്തിൽ പോകാം, ഒരു ആശ്വാസമുണ്ട്. പിന്നെ മറ്റു പലരും അവിടെ ഉണ്ട്, അവിടെ ഇവിടുത്തെ പോലെയുള്ള നല്ല ആരാധനകളെ അതൊക്കെ മനസ്സിലിങ്ങനെ വലിയ സന്തോഷം തോന്നി. എന്തായിരുന്നാലും അങ്ങനെ ഒരു ആലോചനയൊക്കെ എടുത്ത് ആ ഒരാഴ്ച, ആ ഞായറാഴ്ച പോയി. ആ സമയത്താണ് എനിക്ക് കേരള ട്രാൻസ്പോർട്ട് സർവീസിലെ KTS ഒരു ലോറിയിൽ കൽക്കട്ടയ്ക്ക് പോകുവാൻ, ഡൽഹിക്ക് പോകുവാനുള്ള നാഷണൽ പെർമിറ്റ് വണ്ടിയിൽ എനിക്കൊരു ജോലി എനിക്ക് കിട്ടി. കുറുപ്പന്തറക്കാരൻ തന്നെ ഒരു സ്നേഹിതൻ, അദ്ദേഹം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗ്യാപ്പിൽ പോകാമെന്ന് ചോദിച്ചു. അങ്ങനെ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ വണ്ടിയിൽ പോയി. അങ്ങനെ ബംഗാളിൽ പോകുകയാണ്, ഒറീസ വഴി അങ്ങനെ ബംഗാളിൽ. അങ്ങനെ പോകുന്ന യാത്രയിൽ പിന്നെ എനിക്ക് പ്രാർത്ഥനയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അതിനോടുള്ള ആ സന്തോഷമെല്ലാം നഷ്ടമായി. എന്നാൽ ധാർമ്മിക നിലവാരം വിട്ടിട്ടുള്ള ഒരു ജീവിതമൊന്നും ആയിരുന്നില്ല. തികഞ്ഞ മദ്യപാനിയോ എപ്പോഴും പുകവലിക്കുന്ന ഒരാളൊന്നുമല്ല. ഒരു നിശ്ചിത എല്ലാത്തിനും അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിലും പിന്നെ എനിക്ക് ആ യാത്രയിൽ അദ്ദേഹം എന്നെ ഡ്രൈവിങ് പഠിപ്പിക്കും, ഹെവി വണ്ടി ഓടിക്കാനുള്ള അതൊക്കെ എന്നെ പഠിപ്പിക്കുക ഡ്രൈവർ. അങ്ങനെ കൽക്കട്ട വഴി പോയി ഡൽഹി ആ വണ്ടി തിരിച്ചു പോരുവാനിടയായി. തിരിച്ചു വന്നു കഴിഞ്ഞ് പിന്നെ ഞാൻ ഒരിക്കലും വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പള്ളിയിലേക്ക് പോയില്ല. അദ്ദേഹം എന്നെ അന്വേഷിച്ച് പലപ്പോഴും വരുമായിരുന്നു, ആൻറ്റി വരുമായിരുന്നു, ഇവരൊക്കെ വരുമായിരുന്നു. പക്ഷെ ഞാൻ പിന്നെ അങ്ങോട്ട് പ്രാർത്ഥനയ്ക്കൊന്നും പോകുവാനുള്ള ആഗ്രഹങ്ങളൊന്നും ഉണ്ടായില്ല. അത് കഴിഞ്ഞ് ഇടയ്ക്ക് ജീപ്പിൽ പോകും, പിന്നെ ഈ വണ്ടിയിൽ പോകും. ആ ഗ്യാപ്പിലാണ് ഞങ്ങളുടെ CSIയിലെ വിമോചന പ്രക്രിയയിലൂടെ ഞങ്ങളുടെ യൂത്തിൻ്റെ അധികാരം പിടിച്ചെടുക്കുകയും അങ്ങനെ ഞങ്ങൾക്ക് യൂത്ത് സെൻറ്റർ കെട്ടുകയും ചെയ്തു. അപ്പോൾ അവിടെ 2 കോളേജുകളിലെ കുട്ടികളെ ഹോസ്റ്റൽ സൗകര്യത്തിനായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് ഹോസ്റ്റൽ സൗകര്യം ഉണ്ടായി. അപ്പോൾ അവിടുത്തെ മെസ്സിൻ്റെ ചുമതല ഞങ്ങളുടെ CSI പള്ളിയുടെ അവർക്കായിരുന്നു ആവശ്യം. അപ്പോൾ എനിക്കവിടെ അതിൻ്റെ മേൽനോട്ടമൊക്കെ ആയിട്ട്
സംഗതി എനിക്ക് അവിടെ ജോലി അവർ തരപ്പെട്ടത്. പിന്നെ ഞാൻ അങ്ങോട്ട് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ അവിടുത്തെ ആത്മീയ കൂട്ടായ്മകളും ബന്ധങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ നിൽക്കുകയാണ്. അത് ഏകദേശം 95 95 മുഴുവനും ഞാൻ അവിടെ നിൽക്കും. എന്നിട്ട് വരും, ഇടയ്ക്ക് പോകും. വഴിയിൽ ഇവരൊക്കെ കാണുമ്പോൾ എന്തോ ഞാൻ ഒരു സ്നേഹം, ചിരി മാത്രം ഒതുക്കി ഞാൻ അങ്ങോട്ട് നടന്നു പോകുമായിരുന്നു. ഈ കാലയളവിൽ തന്നെയാണ് അതിന് മുമ്പ് എൻ്റെ അപ്പച്ചൻ്റെ 2 പെൺമക്കളിൽ, അപ്പച്ചൻ്റെ ചേട്ടൻ്റെ 2 പെൺമക്കളിൽ മൂത്തയാൾ ചിന്നമ്മ എന്ന് പറയുന്ന ആൾ വിശ്വാസത്തിൽ വരികയും തിരുവല്ലയിൽ ദേവന്ത ദേവീസഭയുടെ സഹോദരിമാരുടെ ഒരു കൂട്ടായ്മയായിട്ട് ബന്ധപ്പെട്ട് അവിടെ വിവാഹം കഴിക്കാത്ത സഹോദരിമാർ ജീവിക്കുന്ന അവിടെ ചേച്ചി പോകുന്നുണ്ടായിരുന്നു. അപ്പം ചേച്ചി അവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് ലെറ്ററൊക്കെ വിടും എനിക്ക്. അപ്പോൾ ഞാൻ അതിന് മറുപടിയൊക്കെ അയക്കും. ചിലപ്പോൾ ഞാനവിടെ കാണാനൊക്കെ ചെല്ലും. അതും ബന്ധിക്കോസുകാരാണ്. അപ്പോൾ ചേച്ചി CSI എന്ന് മാറി ചേച്ചി എന്നെ സൺഡേ സ്കൂൾ പഠിപ്പിച്ചാണ്. CSIയിൽ എൻ്റെ അധ്യാപികയാണ്. എൻ്റെ ആ നിലകളിലെല്ലാം ചേച്ചി. പിന്നെ ആങ്ങളെയാണ് ഞാൻ, സഹോദരനാണ്. ചേച്ചീനെ ഞാൻ അവിടെ കാണാൻ പോവുകയൊക്കെ ചെയ്യും. അങ്ങനെ അവിടെ ഇരിക്കുന്ന സമയത്ത് അവിടെ ഒരു പ്രായമായ ഒരു അമ്മച്ചിയുണ്ട്. ആ അമ്മച്ചി പ്രവാചകയായിരുന്നു. ആ അമ്മച്ചി പറഞ്ഞു, ജോൺസന്റെ ദൈവം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കണ്ടിട്ടുണ്ട്, അവനിങ്ങനെ ഒഴിവായി പോകരുത്, കർത്താവിൻ്റെ സന്ദർശനം വരും, അതുകൊണ്ട് ദൈവഭാഗത്തേക്ക് മടങ്ങി വരണം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ശരി അമ്മച്ചി, അത് നമുക്ക് ആലോചിക്കാം എന്നുള്ള കാര്യമല്ലേ ഉള്ളൂ, നമുക്ക് ആലോചിക്കാം, എനിക്ക് യേശുവിന് ഇഷ്ടമാണ്, ഞാൻ ക്രിസ്ത്യാനിയാണല്ലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് അവരിന്നോട് തടി തപ്പി. അങ്ങനെ 95 അവസാനിക്കുന്നു. 96 കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കപ്പെടും. 96 ഞാൻ ചങ്ങനാശ്ശേരി നിൽക്കുന്ന സമയത്ത് എനിക്ക് ചിന്തകളൊക്കെ മാറുകയും എനിക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത സമൂലമായി രാത്രിയൊക്കെ ഞാൻ എഴുന്നേൽക്കുകയും വളരെ പരവശനായി ഞാൻ എൻ്റെ റൂമിന് വെളിയിലൂടെയൊക്കെ നടക്കുമായിരുന്നു. കുറേ കഴിയുമ്പോൾ അതങ്ങ് വിട്ടുമാറും. പിന്നെ ഞാൻ നോർമലാണ്. അതിങ്ങനെ ഒരു 2 മാസം കൂടുമ്പോഴോ 3 മാസം കൂടുമ്പോഴൊക്കെയാണ് സംഭവിക്കുക. അങ്ങനെ അത് 95-ലുണ്ടായിരുന്നു. 96 അതായപ്പോൾ അത് കൂടുതലായി. ഞാൻ എൻ്റെ ഫാദറിനോട് വന്നിട്ട് എനിക്ക് ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം, പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാം. അതങ്ങനെ അങ്ങ് പോയി. ആ സമയം 96 ഏകദേശം ജൂൺ ജൂലൈ മാസങ്ങളായപ്പോൾ മഴക്കാലത്തിൻ്റെ സീസണാണ്. അപ്പം അങ്ങനെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, വണ്ടി ഓട്ടങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് എനിക്ക് 25 വയസ്സാണ്. ആ സമയത്ത് എനിക്കിങ്ങനെ ചിന്തകളെല്ലാം ഡിവൈഡ് ചെയ്യുകയും മാനസികമായിട്ട് വലിയ പ്രശ്നങ്ങളുണ്ടാവുകയും ചെയ്യും. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് അലറിക്കൊണ്ട് ഓടാൻ തുടങ്ങി. ഓടി ഞങ്ങളുടെ ദേശം വഴിയെല്ലാം ഓടി നടന്നു. ആ ഓട്ടത്തിൽ എൻ്റെ ശരീരത്തിൽ നിന്ന് വസ്ത്രങ്ങളെല്ലാം ഉരിഞ്ഞു പോയി. എൻ്റെ ഒരു ബനിയൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ നഗ്നനായ ദേശം വഴി ഓടുവാനിടങ്ങി. എൻ്റെ സുഹൃത്തുക്കളും അയൽക്കാരെല്ലാം നാട്ടുകാരെല്ലാം ഓടി എന്നെ പിടിച്ചു കെട്ടി കൊണ്ടുവന്നേരം CSI പള്ളിയുടെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് എൻ്റെ പിതാവിൻ്റെ ജ്യേഷ്ഠൻ്റെ മകനും എൻ്റെ ജ്യേഷ്ഠനും എൻ്റെ ചിറ്റപ്പൻ്റെ ഭാര്യയും അപ്പോൾ തന്നെ അടുത്തുള്ള കുറേ സഹോദരന്മാരും എൻ്റെ സുഹൃത്തുക്കളെ കൂടി അല്ലാതെ ഞാനിവരെല്ലാം കുതറി ഓടുകയാണ്, അലറുകയാണ്, എനിക്ക് ഓടണം, എല്ലാവരും പിടിക്കുക. 10-12 പേര് പിടിച്ചിട്ടും ഞാൻ കുതറി ഓടുകയാണ്. അവർ പിടിച്ചിട്ട് നിൽക്കുന്നില്ല. അപ്പോൾ ശരി, പിന്നെ എന്നാ ചെയ്യുന്നത്? വീട്ടിലേക്ക് കൊണ്ടുവന്ന് കുറച്ച് സമയമെല്ലാം ശാന്തമായിരുന്നു. കുറേ കഴിയുമ്പോൾ ഞാൻ ഇവിടെയൊക്കെ സംസാരിക്കുന്നു. അപ്പോൾ ആരോ പറഞ്ഞു, മുൻപ് മാനസിക പ്രശ്നമാണ്, കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം, 4-ാം വാർഡ് ഭ്രാന്തന്മാരെയൊക്കെ ഇടുന്നതാണ് ചികിത്സിക്കുന്നത്. ഞാൻ പലവട്ടം ഇവിടെയൊക്കെ പോയി കണ്ടിട്ടുള്ളത്, എനിക്കറിയാം, നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പത്രം ഓടിച്ചുകൊണ്ടിരുന്ന ആ ജീപ്പിൽ കൊണ്ടുപോകാനിടയായി. ഇവിടെ ചെന്നപ്പോൾ ഒരു ഇഞ്ചക്ഷനൊക്കെ ചെയ്ത് ഇവൻ വയലൻ്റ് ആവുകയാണെങ്കിൽ കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞ് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ഇത് 2 ദിവസമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഈ മാറ്റങ്ങൾ വരുന്നതുകൊണ്ട് അപ്പോഴാണ് തിരുവല്ലാന്ന് ചേച്ചി വീട്ടിൽ വന്ന സമയം കൂടിയായിരുന്നു. ചേച്ചി എൻ്റെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ ഇവിടെ അടുത്ത ചർച്ചക്കോടെന്ന് പറയുന്ന ഒരു സഭയിൽ വാസം നടക്കുന്നുണ്ട് 21 ദിവസം. എന്തായാലും നമ്മൾ പോകുന്ന വഴിയല്ല, അവിടെ ഒന്ന് കയറി അവനെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് അവിടെ ഒരു ദൈവദാസൻ പാസ്റ്റർ TS മാത്യു, നല്ലൊരു ദൈവദാസനെ കടന്നുകൊണ്ടൊന്ന് പ്രാർത്ഥിച്ചേക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഫാദർ പറഞ്ഞു വണ്ടി നിർത്താൻ പറഞ്ഞു. അദ്ദേഹം ഇറങ്ങി നേരെ വീട്ടിലേക്ക് പോയി. എൻ്റെ ഈ അവസ്ഥ, എൻ്റെ കയ്യും കാലും ഒക്കെ കെട്ടിയിട്ടിട്ട് ആ മനുഷ്യന് എന്നോടൊരു അനുകമ്പ തോന്നിയില്ല. നിങ്ങൾ കൊണ്ടുപോകാൻ പ്രാർത്ഥിച്ചെടുത്തു എന്ന് പറഞ്ഞ് അദ്ദേഹം വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ഞാൻ പെന്തക്കോസിലേക്കില്ല.
എന്ന് പറഞ്ഞു. ചേച്ചിയുടെ വിശ്വാസവും ചേച്ചി പറഞ്ഞത് കേട്ടോ അവിടെ ഇരുന്നെല്ലാം പറഞ്ഞു നമുക്ക് കൊണ്ടുപോകാതിനെ അവിടെ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ പ്രാർത്ഥനയുടെ 20-ാമത്തെ ദിവസം ശനിയാഴ്ചയാണ് അവിടെ ചെല്ലുന്നത്. ഞായറാഴ്ച ഇരുത്തുന്നത് ശനിയാഴ്ച വൈകിട്ടാണ് അവിടെ ചെല്ലുന്നത്. അവിടെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഒത്തിരി പേരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. എനിക്കിതൊന്നും ഓർമ്മയില്ല. ഇതെല്ലാം അതിനുശേഷം അവിടുത്തെ പാസ്റ്ററിൻ്റെ കൂടെ ഞാൻ താമസിക്കുമ്പോൾ അദ്ദേഹമാണ് എന്നോട് ഈ കഥകളൊക്കെ പറയുവാനിടയായത്. എന്നെ കൊണ്ടുവന്നു അവിടെ ഇരുത്തി. അപ്പോൾ എൻ്റെ അമ്മ അന്ന് വീട്ടിലാണ്, ഇളയ പെങ്ങളും അനിയനും ഉള്ളതുകൊണ്ട് അമ്മ വീട്ടിൽ. മൂത്ത ചേച്ചി വിവാഹം കഴിച്ച് അവർ വാക്കാടെന്ന് പറയുന്ന സ്ഥലത്താണ്, അവർ CMSലാണ്. കൂടെ ചേട്ടനുമുണ്ട്, അപ്പച്ചൻ്റെ ഏട്ടൻ്റെ മകളുമുണ്ട്, ചിറ്റപ്പൻ്റെ ഭാര്യയുണ്ട്, അപ്പച്ചൻ്റെ ഏട്ടൻ്റെ മകനുണ്ട്, പിന്നെ സമീപവാസികളായിരിക്കും 2 പേര്. അവരൊക്കെ തിരിച്ചു പോയി എല്ലാവരും. ചേച്ചിയും ചേട്ടായും മറ്റുള്ളവരൊക്കെ അവിടെ വന്നു. അവിടുത്തെ പാസ്റ്ററൊക്കെ വന്നിട്ട് പറഞ്ഞു ഇവൻ്റെ അപ്പനും അമ്മയൊക്കെ എന്ത് ചെയ്യുന്നു ചോദിച്ചു. അവരൊരു വീട്ടിലുണ്ട്. ശരി, നാളെ ഞായറാഴ്ചയല്ലേ, അവരവരുടെ CSL ആരാധന കഴിഞ്ഞിട്ട് അവരോട് കൂടെ വരാൻ പറ. ഇവിടെ ഈ ചെറുക്കൻ ഈ മുറിയിൽ കിടക്കട്ടെ, നിങ്ങളിവിടെ നിൽക്കുന്നവർ നിൽക്കുക, ഇവിടെ 20 വാസമാണ്, ഒത്തിരി തിരക്കുകളുണ്ട്. നാളെ ഞായറാഴ്ച ആകുമ്പോൾ ആരാധന കഴിഞ്ഞിട്ട് ഈ പയ്യൻ്റെ വിഷയം പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ അവിടുത്തെ ആ മുറിയിലെ കൂട്ടിയിടുക എന്ന് പറഞ്ഞാൽ അവിടെ 2-3 പേരുണ്ടായിരുന്നവരോടൊപ്പം ഞാനങ്ങനെ. പക്ഷെ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എനിക്ക് ചില ഓർമ്മകളൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും അത്ര ഓർമ്മയില്ല. ഞായറാഴ്ച അവിടുത്തെ സഭായോഗം കഴിഞ്ഞു. ഞാനും ആ ഹോളിനകത്ത് കയറിയിരുന്നു. എന്നോടൊപ്പം 2 പേരുണ്ട്, എൻ്റെ ഇടവും വലവും, എൻ്റെ കൈയും കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ആരാധനയെല്ലാം കഴിഞ്ഞപ്പോൾ എൻ്റെ ഫാദർ അവിടെ വന്നു. അപ്പോൾ എൻ്റെ അമ്മയും വന്നു. എൻ്റെ വീട്ടിലുള്ള എല്ലാവരും, എൻ്റെ മെമ്പേഴ്സ് എല്ലാവരും ഉണ്ട്. മൂത്താളിനും പെങ്ങളവരുടെ കുടുംബം, ജ്യേഷ്ഠൻ, എൻ്റെ ഇളയ പെങ്ങളെ, ഇളയനിയൻ, അപ്പച്ചനും, അത് ഇത്രയും പേര് നിൽക്കുകയാണ്. ഉടനെ അവിടുത്തെ പാസ്റ്റർ വന്നിട്ട് പറഞ്ഞു ഇവൻ്റെ അപ്പനാരാന്ന് ചോദിച്ചു. ചായൻ പറഞ്ഞു ഞാനാന്ന് പറഞ്ഞു. ഇവൻ്റെ വിഷയം വളരെ ഗുരുതരമാണ്, മാനസികമായി നിലതെറ്റിയിരിക്കുകയാണ്, അത് പ്രാർത്ഥിക്കാതെ രക്ഷയില്ല. വൈദ്യശാസ്ത്രത്തിന് ഇവനെ വിടുവിക്കാനതിൽ യേശുവല്ലാതെ മറ്റാർക്കും ഇവനെ വിടുവിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് അപ്പച്ചൻ എന്തു പറയുന്നു? എൻ്റെ അപ്പം പറഞ്ഞു എത്ര പൈസ വേണേലും മുടക്കാൻ ഞാൻ തയ്യാറാണ്, പാസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്ക്, ഞാൻ എത്ര പൈസ വെള്ളം തരാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഞാൻ പൈസയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളല്ല, പൈസയല്ല എനിക്ക് ആവശ്യം, എനിക്ക് നിങ്ങളെ കുടുംബമായി നിത്യതയിൽ കാണണമെന്നുള്ളതാണ്. ഇവൻ്റെ വിടുതൽ നിങ്ങളെ ദൈവം കുടുംബമായി, ഇവന് ദൈവവേലയ്ക്ക് വിളിയുള്ള ചെറുപ്പക്കാരനാണ്. ആ വഴികളിലൊന്നും ഇവനെ നിങ്ങളുടെ കുടുംബക്കാരോ നിങ്ങളോ വിട്ടില്ല. മറ്റ് വഴികളിലേക്ക് ഡിവൈഡ് ചെയ്ത് പോയതുകൊണ്ട് കർത്താവിൻ്റെ സന്ദർശനമാണ് ഇവന് ഈ അസുഖം. ഇത് അപ്പൻ പിതാവ് തീരുമാനമെടുത്താൽ വിടുതലാകുമെന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു ഞാൻ പെന്തക്കോസ്തി വരാൻ തയ്യാറില്ല, ഞാൻ ജനിച്ചോടൊന്ന് CSയില്ല, എൻ്റെ വിശ്വാസങ്ങൾ ഇങ്ങനെയാണ്. അതുകൊണ്ട് ഞാൻ പള്ളിയുടെ മുറ്റത്ത് ജീവിക്കുന്ന മനുഷ്യനാണ്. തൊട്ടപ്പുറത്താണ് ശവക്കോട്ട, തൊട്ടുമുറ്റത്താ പള്ളി, എല്ലാം എൻ്റെ മണ്ണിൽ തന്നെ. അതുകൊണ്ട് ഞാൻ പെന്തക്കോസ്തിൽ വരാൻ തൽക്കാലം താല്പര്യപ്പെടുന്നില്ല, ഞാനും എൻ്റെ മക്കളും. പാസ്റ്റർ പ്രാർത്ഥിക്കും, ഞാൻ പൈസ എത്ര വേണം തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പാസ്റ്റർ പറഞ്ഞു നിങ്ങളീ പറഞ്ഞ കാര്യം ഇവിടെ നടക്കുകയില്ല. ഇവൻ്റെ വിഷയം വിടുതലാണെങ്കിൽ അപ്പച്ചൻ തീരുമാനമെടുത്താൽ ഈ നിമിഷം ദൈവം പ്രവർത്തിക്കും. ഇത് അവസാന നിമിഷം. ദൈവം അങ്ങനെ അയൽമാ എന്നോട് അങ്ങനെയാണ് പറയുന്നത്. എൻ്റെ അപ്പച്ചൻ്റെ മടിയിലിരുന്ന വീടിയും തീപ്പെട്ടിയും സിഗരറ്റും മദ്യക്കുപ്പി ആ തോട്ടത്തിലേക്ക് വലിച്ചെറിഞ്ഞു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ ഹോളിൻ്റെ അഭിസ്തോമിൻ്റെ മുറ്റത്ത് നിന്ന് അദ്ദേഹം. ആ നിമിഷം എനിക്ക് സുബോധം വന്നെന്നുള്ളതാണ്. ആരും പ്രാർത്ഥിച്ചില്ല, ആരും തലേ കൈവച്ചില്ല. എൻ്റെ അപ്പൻ്റെ തീരുമാനം, യേശു എന്നെ അപ്പം തന്നെ സൗഖ്യമാക്കി. ജഡത്താൽ ജനിപ്പിച്ച അപ്പൻ വേണ്ടെന്ന് വെച്ചപ്പോൾ ആത്മാവ് കൊണ്ട് ജനിപ്പിക്കുന്ന അപ്പൻ സ്വർഗത്തിലുണ്ടായിരുന്നു. കെടുന്ന ബീജമല്ല, കെടാത്തത് നിലനിൽക്കുന്നതുമായ വചനത്താൽ അത്രയും നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു എന്ന് പറയുന്ന വചനം. അപ്പോൾ ജഡപ്രകാരമുള്ള എൻ്റെ അപ്പൻ എന്നെ വേണ്ടെന്ന് പറഞ്ഞപ്പോൾ സ്വർഗത്തിലെ അപ്പൻ എന്നെ ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് സൗഖ്യമായി. പിന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എൻ്റെ തലയിൽ എണ്ണയൊക്കെ വെച്ച് എനിക്ക് പിന്നെ കുറേ കൂടിയും ആശ്വാസവും സമാധാനമൊക്കെ ആയി. ഇത് പറഞ്ഞു അപ്പച്ചൻ്റെ തീരുമാനമാണ് ഈ മാൻ്റെ വിടുതലെന്ന് പറഞ്ഞു. അപ്പോൾ അപ്പച്ചൻ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. പറഞ്ഞു നിങ്ങൾ കുടുംബമായി വിശ്വാസത്തിൽ. പിന്നെ
പിറ്റേ ആഴ്ചയിൽ എൻ്റെ അപ്പച്ചൻ CSL ചെന്ന് പറഞ്ഞു, എൻ്റെ മോനിങ്ങനെ ഒരു സൗഖ്യമായി. നമ്മുടെ സഭയിലെ ആത്മീയ കോളത്തിൽ ആത്മീയ മണ്ഡലത്തിന് ഒരു വിടുതലായില്ല. അച്ഛന്മാർ പ്രാർത്ഥിച്ചു പലരും. അന്ന് അവിടെ ഒരു ഹിന്ദു സമുദായത്തിൽ നായർ സമുദായം രക്ഷിക്കപ്പെട്ട് വന്ന ഒരു അച്ഛൻ CSL അച്ഛനായിട്ട് ആലപ്പുഴക്കാരൻ, അദ്ദേഹമാണ് എൻ്റെ അപ്പച്ചനെ വിളിച്ചിട്ട് പറഞ്ഞ്, മാത്യു, അപ്പം ഞായറാഴ്ച അപ്പച്ചൻ ബന്ധക്കോസിലേക്ക് വരുന്ന സമയം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട. ഞായറാഴ്ച വരുന്ന സമയത്ത് അച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞു, ശുശ്രൂഷകളോ ഇങ്ങനത്തെ കൃപാവരങ്ങളോ ഒന്നും നമ്മുടെ സഭകളിലില്ല, പണ്ടുണ്ടായിരുന്നിരിക്കും, ഇപ്പോഴില്ല. അതിന് മത്തച്ഛൻ ഒരു കാര്യം ചെയ്യും, മോനെ കൊണ്ട് ആ ബന്ധക്കോസ് എന്ന് പ്രാർത്ഥിച്ച ഞാൻ വേണം ലെറ്റർ തരാമെന്ന് പറഞ്ഞു. അച്ഛനാണ് എൻ്റെ ഫാദറിനെ ധൈര്യം കൊടുത്ത് പറഞ്ഞു വിട്ടത് അങ്ങോട്ട്. ആ പുരോഹിതനെ എന്നും ഞാൻ ഓർക്കുന്നത് നന്ദിയോടെ. പണ്ട് അതിനുശേഷം ഞാൻ കണ്ടപ്പോൾ എന്നോട് വലിയ സന്തോഷത്തോടെ എന്നെ ചേർത്ത് പിടിക്കുകയൊക്കെ ചെയ്തച്ഛൻ. പോൾ പോൾ എന്നാണ് അച്ഛൻ്റെ പേര്. ആ അച്ഛനെ കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് സ്ഥലം മാറിപ്പോയി. ആ അച്ഛൻ ഇരിക്കുന്ന വർഷമാണ് 96 ഞങ്ങൾ വിശ്വാസത്തിൽ വരുന്നത്. എൻ്റെ ഫാദർ എന്ന് പറഞ്ഞു, CC പള്ളിക്ക് കൊടുക്കാനുള്ള എല്ലാ പൈസയും അപ്പച്ചൻ കൊടുത്തു തീർത്തു. പള്ളിയോടുള്ള എല്ലാ കാര്യങ്ങളും സാമ്പത്തിക ഇടപാടുകൾ കൊടുത്തു തീർത്തു. അപ്പം ചോദിച്ചു, എന്താണ് ചോദിച്ചു. ഈ വർഷത്തെ അതും കൊടുത്തു തീർത്തു. 96 വരെയുള്ള എല്ലാം കൊടുത്തു തീർത്തിട്ട് പറഞ്ഞു, ഞങ്ങൾ പെന്തക്കോസ് എന്ന് പറഞ്ഞ വിശ്വാസത്തിലേക്ക് പോവുകയാണ്. ഇനി ഒരിക്കലും ഞങ്ങൾ കുടുംബമായിട്ട് തിരിച്ചു വരത്തില്ല. പക്ഷേ എൻ്റെ ചാർച്ചക്കാരും ബന്ധുക്കളും സഹോദരന്മാരുടെ കൂടെയാണ്. ആ സൗഹൃദവും സ്നേഹമൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞ അച്ഛൻ. അങ്ങനെ എൻ്റെ അപ്പച്ചൻ പള്ളി വിട്ട് അച്ഛൻ സന്തോഷത്തോടെ ഞങ്ങളെ പെന്തക്കോസിലേക്ക് പറഞ്ഞയച്ചു. അങ്ങനെ കുടുംബമായിട്ട് വന്ന് ഞാൻ ആദ്യം ജൂലൈയിൽ സ്നാനപ്പെട്ടു. ജൂലൈ 6-ാം തീയതി ഞാൻ സ്നാനപ്പെട്ട കൂട്ടത്തിൽ പിന്നെ ഒരു മാസം കൂടെ കഴിഞ്ഞിട്ടാണ് അപ്പച്ചൻ സ്നാനപ്പെട്ടു. എൻ്റെ മൂത്ത സഹോദരി കുടുംബം എൻ്റെ വിടുതൽ കണ്ട് അവരും സ്നാനപ്പെട്ടു. ചേട്ടൻ സ്നാനപ്പെട്ടു, പെങ്ങൾ സ്നാനപ്പെട്ടു, അനിയൻ സ്നാനപ്പെട്ടു. അങ്ങനെ കുടുംബമായിട്ട് ഞങ്ങൾ വിശ്വാസത്തിൽ. അപ്പം ചോദിക്കും, അമ്മച്ചി എന്തുകൊണ്ട് സ്നാനപ്പെട്ടില്ല എന്ന്. അതൊരു കഥയായതുകൊണ്ടാണ് ഞാൻ അവിടെ നടന്നത്. എൻ്റെ അമ്മയുടെ അപ്പച്ചനുമൊക്കെ ചർച്ചക്കൂടിൻ്റെ ആദ്യകാലത്തെ പ്രവർത്തകരും സ്ഥാപകരും ഒക്കെ ആയിരുന്നു. വല്യപ്പച്ചനും വല്യപ്പച്ചമ്മയുടെ അമ്മയ്ക്ക് 16 വയസ്സുള്ള സമയത്ത് പെന്തക്കോസിൽ അന്നത്തെ കാലഘട്ടത്തിൽ ചെറുക്കന്മാരില്ലാത്തതുകൊണ്ട് വിവാഹം കഴിച്ച് CSലേക്ക് വിട്ടതാണ്. CSലേക്ക് വിട്ടപ്പോൾ അമ്മ കരഞ്ഞുകൊണ്ട്, അമ്മച്ചിൻ്റെ അമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ദൈവമേ, എൻ്റെ മകളെ നവമിയെ പോലെ മടക്കി വരുത്തണമേ. അതിൻ്റെ ഒരു സന്ദർശനമായിരുന്നു. ദൈവം എന്നിലൂടെ എന്നെ ഈ മാനസിക വിഭ്രാന്തിയിൽ ഭ്രാന്തനാക്കി, ബുദ്ധിഭ്രമമുണ്ടാക്കി, എന്നെ സൗഖ്യമാക്കി കർത്താവിനെ വിടുവിച്ചത്. പിന്നെ ഞാൻ ആ ചർച്ചിലാണ്. അവിടെ ഏകദേശം 80ഓളം കുടുംബങ്ങളുണ്ട്. ഒരു 180ഓളം വിശ്വാസികളുണ്ട്. 40ഓളം കുടുംബങ്ങളുണ്ട്. അവിടെ രാവിലെ സൺഡേ സ്കൂള് കറക്റ്റ് 10 മണിയാകുമ്പോൾ അവിടെ ആരാധന ആരംഭിക്കും. 9:30 വന്ന് കയറിയില്ലെങ്കിൽ പിന്നെ ആ ഹോളിൻ്റെ പുറത്തിരിക്കണം. അതുപോലെ ആൾക്കൂട്ടമായിരുന്നു. സഭായം തുടങ്ങിയാൽ 3 മണിക്കാണ് സഭായം തീരുന്നത്. ആലോചനകൾ, പ്രവചനങ്ങൾ, ദൂതുകൾ എന്ന് വേണ്ട വലിയൊരു ആത്മീയ സന്തോഷം, ആരാധനകൾ. അങ്ങനെ ശക്തമായ ആരാധനയിലും നിൽക്കുന്നത്. ശനിയാഴ്ച ആയാൽ കാത്തിരിപ്പ് കൂട്ടം, അതൊരു ഭയങ്കര അനുഭവം. ഞായറാഴ്ച സഭ അങ്ങനെ ആൾക്കാരെല്ലാം വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്ന് കൂടുന്ന. അന്നത്തെ കാലത്ത് ആ സ്വതന്ത്ര സഭയ്ക്ക് 22ഓളം ചർച്ചകളുണ്ടായിരുന്നു. ഇടുക്കി മേഖലകളിലായിരുന്നു. TS മാത്യു അപ്പച്ചൻ മരിച്ചു, അപ്പച്ചൻ അമ്മച്ചി മക്കളില്ലായിരുന്നു. അവരുടെ കൂടെ ഇങ്ങനെ മാനസിക രോഗം വന്ന് വിടുതൽ പ്രാപിക്കുന്ന ആൾക്കാരെ സഹോദരന്മാരെ കൂട്ടത്തിൽ നടത്തി, അവർ വചനം പഠിപ്പിച്ച് കൂട്ടത്തിൽ നടത്തി അഭിഷേകം പ്രാപിച്ചു. പിന്നെ അവരെ കൊണ്ട് സഭ സ്ഥാപിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ നടത്തുന്നതായിരുന്നു അതിൻ്റെ ശുശ്രൂഷ. പക്ഷേ എങ്കിലും ഞാൻ 96 മുതൽ 99 വരെയും അവിടെ നിന്നു. 99 വരെ നിൽക്കുന്ന സമയത്ത് എൻ്റെ കുടുംബമെല്ലാം ആ സഭയിലെ മെമ്പറായി മാറി. CSI വിട്ട് ഞങ്ങൾ 4 വർഷം കഴിഞ്ഞു. അപ്പം എനിക്ക് ബൈസ്കൂളിൽ പഠിക്കണമെന്നൊരാഗ്രഹം വന്നപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞു, ശരി, അങ്ങനെയാണെന്ന് എന്നെ കൊണ്ടാക്കാം. അങ്ങനെ തലേലോ പറമ്പിൽ EB കയ്യിൽ കൊല്ലാടിയാക്കച്ചൻ്റെ എബനേസർ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 2 വർഷം വചനം പഠിക്കുവാനായിട്ട് കടന്നുപോയി. അവിടെ ഡേ സ്കൂളായിട്ട് വന്നു. ഇവിടെ അപ്പച്ചനെ കൂട്ട് മക്കളൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ സൗകര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ഞാനാണ് അവിടെ നിൽക്കുന്നത്. ഞാൻ വലിയ പോവുകയും പഠിക്കുന്നത് വളരെ സന്തോഷകരമാണ്. അങ്ങനെ ഒരു കാത്തിരിപ്പ് കൂട്ടത്തിൽ ഞാൻ വിഷയം പ്രാപിച്ചു, അന്യഭാഷ പ്രാപിച്ചു, വലിയ ആരാധനകൾ. പിന്നെ അവിടെ 21 ദിവസം വാസിരുന്നു. പഠിക്കുന്ന സമയത്ത് 7, 5 ഒക്കെ അങ്ങനെ വാസിരുന്നു. 99 എൻ്റെ ഗ്രാജുവേഷനായി. എല്ലാവരും വന്നു, വലിയ സന്തോഷമായി. ഗ്രാജുവേഷൻ കഴിഞ്ഞു പുറത്തേക്ക് വന്നപ്പോൾ ഞാൻ അപ്പച്ചനോട് ചോദിച്ചു, എന്താണ് ഇനി എൻ്റെ അടുത്ത സഭാ ചാർജാണോ, അതോ ഞാനിവിടെ അസിസ്റ്റൻ്റ് ചെയ്യണോ, അതോ പുറത്ത് പോയി പ്രവർത്തിക്കണം, എന്തൊക്കെയാണ്. പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, നീ ഇവിടെ നിൽക്കുമല്ലേ, നിൽക്കുക, കർത്താവ് പറയുന്നതനുസരിച്ച് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, എനിക്ക് വീട്ടിൽ പോകാമെന്ന് ചോദിച്ചു. ഇനി എൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറിയില്ലേ. അപ്പച്ചൻ പറഞ്ഞു, ഈ 4 വർഷം കൊണ്ട് ദൈവം നിന്നെ
സൗഖ്യമാക്കിക്കൊണ്ട് വചനം പഠിച്ചു കഴിഞ്ഞല്ലോ. എങ്കിലും എനിക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ ബുദ്ധിയിൽ ചില അസ്വസ്ഥതകളുണ്ട്. അപ്പം ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് അപ്പോൾ ചില ആത്മാവിനോട് പറഞ്ഞത്, ചില ഘട്ടം ഘട്ടമായിട്ടുള്ളൊരു വിടുതലാണ് നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഞാൻ പ്രാർത്ഥിച്ചാലോ ആര് പ്രാർത്ഥിച്ചാലോ നിനക്ക് അനുഭവവേദ്യമായി മാറുമെന്ന് പറഞ്ഞു. വീണ്ടും ഞാൻ എൻ്റെ വീട്ടിലേക്ക്, പിന്നെ അവിടെ നിന്നാണ് ഞാൻ ആരാധനയ്ക്ക് വരികയും പിന്നെ പുറത്തുള്ള ആത്മീയ സുഹൃത്തുക്കൾ അവരുടെ പ്രവർത്തനത്തിന് ഇവിടുന്നതിനായിട്ട് അതിൻ്റെ ഒരു വരുമാനമില്ലാത്തത് കൊണ്ട് ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു സീസയിലെ അച്ഛൻ്റെ മോൻ അവിടെ കുറുപ്പന്തറ എന്ന സ്ഥലത്ത് സ്റ്റുഡിയോയിൽ ഫോട്ടോഗ്രാഫറായി നിൽക്കുന്നുണ്ട്, ക്രിസ്റ്റി ജോൺസൺ. അദ്ദേഹം ഇന്ന് ശേഷവേലയിലാണ്. അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ച്, നീ വാ സ്റ്റുഡിയോയിൽ നമുക്ക് വർക്ക് ചെയ്യാം, എനിക്ക് ചെറിയൊരു ആശ്വാസം സാമ്പത്തിക കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയിൽ പോവുകയും അങ്ങനെ ഞാൻ ആ സ്റ്റുഡിയോയിൽ ഒരു മെമ്പറായി വർക്ക് ചെയ്യുന്നു. അപ്പോൾ തന്നെ സുവിശേഷ ടീമുകൾ ചെറിയ ചെറിയ ഗ്രൂപ്പുകളിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്താണ് വെള്ളാശ്ശേരി ആ ചർച്ചിൽ വന്ന് പരിചയപ്പെട്ട കാണക്കാരി IPCയിലെ ജോൺ എന്ന് പറയുന്ന ഒരു ബ്രദർ. അദ്ദേഹം കുടുംബത്തോടെ ഇടയ്ക്കിടയ്ക്കൊക്കെ ആരാധനയ്ക്ക് വരും. അദ്ദേഹം നല്ലൊരു സുവിശേഷകനാണ്. അദ്ദേഹം കല്ലിൻ്റെ ബിസിനസ്സൊക്കെയാണ്. അദ്ദേഹത്തിനോട് പറഞ്ഞ്, ജോൺസ് നമുക്ക് ഒന്നിച്ച് സുവിശേഷം, ഞങ്ങൾക്കൊരു ടീമുണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ കണക്കാരിയിൽ IPCയുടെ അവരുടെ ഒരു ടീമിൻ്റെ കൂടെ ഞാൻ വർക്ക് ആരംഭിച്ചു. അങ്ങനെ ഏറ്റുമാറിൻ്റെ പ്രദേശങ്ങളിലെ അങ്ങനെ ആ പാലാ പോകുന്ന കുറേ മേഖലകൾ, കോളനികളൊക്കെ ഞങ്ങളിങ്ങനെ 4 പേര്, ഒന്ന് ജോസ് മാമൻ എന്ന് പറയുന്ന ഒരു ബ്രദർ, പിന്നെ ഇരുമ്പ് ബാബു എന്ന് പറയുന്ന ഒരു ഗുണ്ട രക്ഷിക്കപ്പെട്ട അദ്ദേഹം, ഞങ്ങൾ 4 പേര് കൂടിയാണ് സുവിശേഷം ടീമാർക്കുകൾ. അങ്ങനെ ഒത്തിരി സ്ഥലങ്ങളിൽ സുവിശേഷം പറയുവാൻ കർത്താവ് എന്നെ ഉപയോഗിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ 2000 ആണ്ടിലേക്ക് അടുത്ത് 2000 ആണ്ടായി. അപ്പോഴും എനിക്കൊരു സ്റ്റാൻഡില്ല. ഞാനിങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും വിളിക്കുന്നിടത്തൊക്കെ പോയി ശുശ്രൂഷ ചെയ്യുന്നു, ഉപവാസപ്രാർത്ഥനകളൊക്കെ പ്രസംഗിക്കുന്നു, ഇങ്ങനെ പോകുന്നു. വിവാഹിതനുമല്ല, അപ്പം സഭയില്ല, ഇങ്ങനെ പ്രവർത്തനങ്ങൾ ഉണ്ട്. സുവിശേഷത്തോട് വലിയ ആവേശമാണ്, ആഗ്രഹമാണ്. സാക്ഷ്യങ്ങളൊക്കെ പറയുവാനും ഞാനിങ്ങനെ പോകും. അപ്പോൾ സ്റ്റുഡിയോ വർക്കും ഇങ്ങനെ പോകുന്നു. അപ്പോൾ 2000 ഞാൻ ഒരു സുഹൃത്തുമായിട്ട് പരിചയപ്പെട്ടു, ഒരു പെരുമ്പാവൂരിലൊരു എൽദോസ് എന്ന് പറഞ്ഞൊരു പാസ്റ്ററാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ ചർച്ച കൂടുതൽ 21 സുവാസം 2001 ദിവസം ആരംഭിക്കും, 21 ദിവസം വരാമെന്ന് ചോദിച്ചാൽ വരാമെന്ന്. അങ്ങനെ ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് ലീവ് എടുത്ത പ്രവർത്തനത്തിനായിട്ട് പോയി, അല്ല ഈ വാസത്തിന് പോയി. ഞാൻ ആദ്യമായിട്ട് 21 ദിവസം ഇരിക്കുകയാണ്. അതിന് 7 ഇരുന്നിട്ടുണ്ട്, 10 ഇരുന്നിട്ടുണ്ട്. അപ്പം ഞാൻ അങ്ങനെ 21 ദിവസത്തിന് തീരുമാനത്തിൽ പോയി അവിടെ ഇരുന്നു. ഒരു വലിയ അനുഭവമായിരുന്നു അവിടെ ചർച്ചക്കൂട്ടിൽ ഒത്തിരി പേരെ പരിചയപ്പെടുവാനും. ഞങ്ങളോടൊപ്പം ഒത്തിരി പേര് അവിടെ വാസനൊക്കെ ഉണ്ടായിരുന്നു. 21 ദിവസം വാസം ഇരിക്കുന്ന സമയത്ത് എനിക്ക് ദൈവിക ആലോചനകൾ നൽകുവാനിടയായി. പരിശുദ്ധാത്മാവ് പറഞ്ഞു, പ്രവാചകന്മാരിലൂടെ ദേശത്ത് തന്നെ സമീപത്ത് കർത്താവ് അവിടെ ഒരു അത്ഭുത പ്രവൃത്തി ചെയ്യുന്നതിലൂടെ അവിടെ ഒരു വേലയുണ്ടാകും, കാത്തിരിക്കണമെന്ന് പറഞ്ഞു. ആ 21 ദിവസം വാസത്തിൻ്റെ സമയത്ത് 20-ാം തീയതി, അതുപോലെ ഒരു ശനിയാഴ്ച, സുവിശേഷ വിരോധികൾ ആ ഹോളിനകത്ത് വരികയും പെരുമ്പാവൂർ ദേശത്തുള്ള സുവിശേഷ വിരോധി ഹിന്ദുക്കളായിരിക്കുന്ന കുറേ വ്യക്തികളോട് വരികയും ഹോളിനകത്ത് ഒരുപാട് അക്രമങ്ങളും നഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കി പാസ്റ്ററിനെ കൊല്ലുവാനൊക്കെ അവർ ശ്രമിച്ചു. ഞങ്ങളാരും അനങ്ങിയില്ല. അപ്പോൾ ആ പാസ്റ്റർ ഒരു ഹിന്ദുവിന് രക്ഷിക്കപ്പെട്ട ഒരാളായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹത്തോട് വലിയ പ്രതിസന്ധികളെല്ലാം ഉപവാസ പ്രാർത്ഥനയുണ്ട്. എങ്കിലും ദൈവം പിൽക്കാലത്ത് അവിടെ നിന്നുള്ള പ്രശ്നങ്ങളുണ്ടാക്കിയ ആൾക്കാരെ കർത്താവ് സന്ദർശിച്ചു, രണ്ടൊരു വിശ്വാസത്തിലൊക്കെ ചെയ്തു. അവിടെ നിന്ന് അങ്ങനെ ആലോചനയൊക്കെ പ്രാപിച്ച് ഞാൻ വന്നു. വീണ്ടും സ്റ്റുഡിയോ വിളിക്കുകയും ഞങ്ങളുടെ ചർച്ചയിൽ ബന്ധപ്പെടുകയും ആത്മീയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ബന്ധപ്പെട്ട് പോകുന്ന സമയത്ത് ഈ ജോൺ എന്ന് പറയുന്ന ആ സഹോദരനോട് പറഞ്ഞൊരു ദിവസം, അപ്പോൾ 21 മാസം കഴിഞ്ഞിട്ടുള്ള 2 ആഴ്ച കഴിഞ്ഞ സമയത്ത് ഇവിടെ അടുത്തൊരു സ്ഥലമുണ്ട്, നമുക്ക് അവിടെ ഒന്ന് പോകണം കിട്ടുമെന്ന് പറഞ്ഞു. അവിടെ ഒരു കോളനിയാണ്, ഒരു പ്രവർത്തനം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, നമുക്ക് അവിടെ ഒന്ന് പോകണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അന്ന് രാത്രിയിൽ വന്ന് പ്രാർത്ഥിച്ച സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവിന് ഒരു പ്രദേശം ഇങ്ങനെ ഇരുണ്ട് മൂടിയ ഒരു പ്രദേശം, പക്ഷെ കുറേ വീടുകൾ, പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് ശ്മശാന തുല്യമായ സ്ഥലങ്ങളൊക്കെയാണ് കാണിച്ചത്. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ദൈവത്തോട് ആ വെളിപ്പാട് കണ്ട് ഞാൻ എഴുന്നേറ്റ്, അത് കഴിഞ്ഞ് ഞാനത് പ്രാർത്ഥിച്ചതിന് ശേഷം വീണ്ടും കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റു. ഞാൻ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഈ സ്ഥലം കണ്ടിട്ടുണ്ട്, പക്ഷേ അതോ ഞാനിതിൻ്റെ മനസ്സിൽ തോന്നിയതാണോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചു. എന്തായിരുന്നാലും ആ സ്ഥലത്ത് പോകാൻ തന്നെ തീരുമാനിച്ചു. പക്ഷേ അത് അങ്ങോട്ട് ഉള്ള സ്ഥലം എവിടെയാണെന്ന് ഇങ്ങനെ ആലോചിച്ചിട്ട് പിടികിട്ടിയിരുന്നില്ല.
പിന്നെ സ്റ്റുഡിയോ വർക്കായിട്ട് ബന്ധപ്പെട്ടാണ്ട് ഒരാഴ്ച കഴിഞ്ഞു. അപ്പോഴാണ് ഈ ജോൺ എന്ന് പറയുന്ന സഹോദരൻ, അദ്ദേഹം നിത്യത്തിലാണ്, മരിച്ചു കഴിഞ്ഞ ഒരു മാസം മുമ്പ് അദ്ദേഹം നിത്യയിൽ പ്രവേശിച്ചു. അദ്ദേഹം എന്നോട് വന്നിട്ട് പറഞ്ഞ്, നമുക്കിവിടെ അടുത്തൊരു സ്ഥലമുണ്ട്, കോതനല്ലൂരാ, അഞ്ഞപ്പാട് കോളനി, അവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഉച്ച കഴിഞ്ഞ സമയത്ത് ഞാൻ ഫ്രീ ആയി, ഞാൻ അവിടെ കുറച്ച് ട്രാക്റ്റൊക്കെ എടുത്തു. അദ്ദേഹം ഞാൻ ഒന്നിച്ച് അവിടെ ചെന്നു. ബസ് ഇറങ്ങി ഞങ്ങൾ നടന്ന് ചെല്ലുമ്പോൾ ഞാൻ ആ ദർശനം കണ്ട സ്ഥലത്തേക്കാണ് കർത്താവിനെ കൊണ്ടുചെല്ലുന്നത്. അത്ര എനിക്കറിയാം ആ സ്ഥലം, ഞാൻ കണ്ട സ്ഥലം. ആ വീട്ടിൽ ഞാൻ ചെല്ലുമ്പോൾ, ഞങ്ങൾ രണ്ടും ചെല്ലുമ്പോൾ ആ വീട്ടിലെ കുടുംബനാഥ, അപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്ന കുടുംബനാഥ തുണി അലക്കാൻ വേണ്ടി, പാറമടയിൽ കുളിക്കാനും തുണി അലക്കാനും പോകാൻ വേണ്ടി അവർ ആ കോളനിക്ക് പുറത്തേക്ക് വരിക. ഇപ്പോൾ ജോൺ എന്ന് പറയുന്ന ബ്രദർ എന്നെ പരിചയപ്പെടുത്തുന്നത്, ഇത് ബൈസ്കൂളിലൊക്കെ പഠിച്ചിട്ട് ദീവാസനാണ്, കുറുപ്പന്തറയാണ് വീട്. ഞാൻ അദ്ദേഹത്തെ കൊണ്ടുവന്ന് മോക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാനാണ് ഇവിടെ ഒരു പ്രവർത്തനമൊക്കെ ഞങ്ങൾ നടത്തിയിട്ടുള്ളതല്ലേ എന്ന് ചോദിച്ചാൽ, ശരി എന്നാൽ അവർ തുണിയൊക്കെ വെച്ചിട്ട് വീട്ടോട്ട് പോകാമെന്ന് പറഞ്ഞു. ആ പാത്രം അവിടെ വെച്ച് ഞങ്ങളോടൊപ്പം അവർ വീട്ടിലേക്ക് വന്നു. ഞാൻ വീട്ടിലേക്ക് ഇന്ന് കയറി കഴിഞ്ഞപ്പോൾ ഒരു പഴയ വീടിട്ട വീട്, കോളനിയാണ്, കോളനിയുടെ അവസാനത്തെ വീട്. അവർ കത്തോലിക്ക വിശ്വാസികളാണ്. അപ്പോൾ ആ വീട്ടിൽ അവർക്ക് 3 മക്കളാണ്, ഒരാണും 2 പെണ്ണും. മൂത്തത് പെൺകുട്ടി, അതിൻ്റെ ഇളയത് പെൺകുട്ടിയാണുള്ളത്, ഏറ്റവും പെൺകുട്ടി. അവർ രണ്ടുപേരും സ്കൂളിൽ പോയി. ഈ പെൺകുട്ടി മാത്രം. ഇവക്ക് തലയിൽ മേജർ ഓപ്പറേഷൻ 3 കഴിഞ്ഞതാണ്. തിരുവനന്തപുരം ശ്രീ ചിത്ര മെഡിക്കൽ കോളേജിലെ ബ്രെയിൻ ട്യൂമറാണ്. ആ വർഷത്തെ ചികിത്സ കഴിഞ്ഞപ്പോൾ പേപ്പറെല്ലാം കൊടുത്ത് ഇന്ന മാസം വന്നാൽ മതി എന്ന് പറഞ്ഞ്, അടുത്ത മാസം അവസാനം വന്നാൽ മതി എന്ന് പറഞ്ഞ് ഡോക്ടർ അവർക്ക് ചോറുമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് വണ്ടിക്കൂലിയും കൊടുത്താണ് ആ ഡോക്ടർ പറഞ്ഞത്. ആ ഡോക്ടറെ കുറിച്ച് അവരിങ്ങനെ ഒത്തിരി വാദം വരാതെ സംസാരിച്ചു, അദ്ദേഹത്തിൻ്റെ സ്നേഹവും സഹകരണവും ഒക്കെ. അങ്ങനെ 3 മേജർ ഓപ്പറേഷൻ. ഈ പെൺകുട്ടി ആണാണോ പെണ്ണാണോ മനുഷ്യനാണോ എന്നറിയത്തില്ല, അതുപോലെ ശരീരം ഒരേപോലെ ഇരിക്കും, മുടിയെല്ലാം മറ്റു വായക്കടി വെള്ളമൊക്കെ ഒലിച്ച് ഒരു പ്രത്യേക അനുഭവത്തിൽ. അത് ഒരു വല്ലാത്ത സാഹചര്യമാണ് പെൺകുട്ടിയെ എന്ന് കാണുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമ്മൾ ഈ പെൺകുട്ടിക്ക് പ്രാർത്ഥിക്കാനാണ് വന്നത്. ഒത്തിരി പേര് പ്രാർത്ഥിച്ചതാ, നഷ്ടത്തിലൊക്കെ കൊണ്ടുപോയാൽ രക്ഷയില്ല. ഞാൻ ആ കൊച്ചിൻ്റെ തലയിൽ നോക്കിയപ്പോൾ എനിക്കത് മനസ്സിലായി, ഓപ്പറേഷൻ ചെയ്ത പാടുകളാണ്. ഞാനുടനെ പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞ് അവിടെ കുറച്ച് സുവിശേഷമൊക്കെ പറഞ്ഞിട്ട് ആ വീട്ടുകാർ, ആൻറ്റി മാത്രമേ ഉള്ളൂ, സുവിശേഷമൊക്കെ പറഞ്ഞു. വീട്ടിൽ നിന്ന് ഞാൻ ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കും. ഞങ്ങൾ രണ്ടുപേരും കൈകോർത്ത് അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. എന്നെ സൗഖ്യമാക്കിയ കർത്താവേ, ഈ പെൺകുഞ്ഞിനെ വിടിവിക്കുവാൻ അങ്ങ് ശക്തനാണ്. എന്നിലൂടെ നടന്ന അത്ഭുതങ്ങൾ ഈ പെൺകുട്ടിയെ നടക്കട്ടെ, രോഗം സൗഖ്യമാകട്ടെ, യേശുവിനെ അറിയട്ടെ, കർത്താവിന് മഹത്വമായി തീരട്ടെ. അവളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ ആ പെൺകുട്ടിക്ക് ഒരു മാറ്റങ്ങളും ഉണ്ടായില്ല. ഞങ്ങൾ പ്രാർത്ഥിച്ചു. അവിടെ നിന്ന് കടിഞ്ചായ ഞങ്ങൾ കുടിച്ചു. ഞങ്ങൾ ആ കോളനി ട്രാക്ട് കൊടുത്തിട്ട് ഞങ്ങൾ പോരാൻ ഇടയായി. അപ്പോൾ എന്നോട് ആൻറ്റി ചോദിച്ചു, അവിടുത്തെ മാമ ചോദിച്ചു, ഇനി വിളിച്ചാൽ വരുമോ? ഞാൻ പറഞ്ഞു വരും, ജോൺ ജോണ്ടർ പറഞ്ഞാൽ മതി. ഞാനിങ്ങനെ കുറുപ്പന്തറയിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ആ സ്റ്റുഡിയോയുടെ നമ്പർ ഞാനവിടെ കൊടുത്തിട്ട് പോകണം. ആ പെൺകുട്ടി ആ വീടിന് ചുറ്റും നടക്കും, അല്ലെങ്കിൽ വീടിനകത്ത്, അല്ലാതെ ആ വീട് വിട്ട് ആ കുട്ടി പുറത്ത് പോകത്തില്ല, നടക്കാനൊന്നും പറ്റത്തില്ല, ആരോഗ്യമൊക്കെ വളരെ ഇതാണ്. അപ്പം അങ്ങനെ ഒരു സാഹചര്യം. ആ കുട്ടിയുടെ അപ്പൻ അപ്പുറത്തുള്ള ഒരു പാടമറയിൽ കരിങ്കല്ല് പൊട്ടിക്കുന്ന ജോലി അതാണ്. അപ്പോൾ അങ്ങനെ ഇവർ എന്നെ പറഞ്ഞു വിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടെ ഒരു കോള് വന്നു, സ്റ്റുഡിയോയിലേക്ക്. കോള് വന്നപ്പോഴത്തേക്ക് ഞാനവിടെ ഇല്ലായിരുന്നു, അവിടുത്തെ ഓണറുണ്ടായിരുന്നു സ്റ്റുഡിയോയിൽ. അദ്ദേഹം എടുത്തു. അദ്ദേഹം പറഞ്ഞിട്ട് അവിടെ ഇല്ല, ഇങ്ങനെ ഫോട്ടോയൊക്കെ വയ്ക്കാൻ എറണാകുളത്തിന് പോയിരിക്കുക, വൈകിട്ടേ വരത്തുള്ളൂ, ഞാൻ പറഞ്ഞേക്കാമെന്ന് പറഞ്ഞു. ശരി, ഓക്കെ. പിറ്റേ ദിവസം എന്നോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാനുടനെ അങ്ങോട്ട് പോകാൻ പ്ലാൻ ചെയ്തിരിക്കുമ്പോഴാണ് ആ പെൺകുട്ടിയുടെ അപ്പൻ, പിതാവ് എന്നെ കാണാൻ വേണ്ടിയിട്ട് വന്നു, സ്റ്റുഡിയോയിൽ വന്നു. എന്നോട് പറഞ്ഞ്, എന്നെ ആദ്യമായിട്ട് കാണുക. ഞാൻ പറഞ്ഞു, ഞാനാണ് ജോൺസൺ, പക്ഷേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ പറഞ്ഞു, എന്താ പറഞ്ഞു? നമുക്ക് കുറച്ചങ്ങ് മാറി സംസാരിക്കാന്ന് പറഞ്ഞു. ഞങ്ങൾ സ്റ്റുഡിയോയുടെ താഴെ നിന്ന് സംസാരിക്കണം പറഞ്ഞു. എൻ്റെ മോൾക്ക് സൗഖ്യമായി, എൻ്റെ മോള്, ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞു. ഈ മനുഷ്യനൊരു നിരീശ്വരവാദിയും അതുപോലെ തന്നെ ഭയങ്കര അറിവുള്ള മനുഷ്യൻ, നിരീശ്വരവാദിയാണ് മനുഷ്യൻ. 2, അദ്ദേഹം നസ്രേറ്റ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള ആളാണ്. അങ്ങനെയൊക്കെ ഒരുപാട് നസ്രേറ്റിൻ്റെ പുസ്തകങ്ങളും ഇസങ്ങളുടെ പുസ്തകങ്ങളൊക്കെ അദ്ദേഹത്തിന് വായിച്ച് പഴയ പ്രകടീകരിക്കാനാണ് മനുഷ്യൻ. ഡോക്ടറാകാൻ ആഗ്രഹിച്ചിട്ട് മനുഷ്യനാണ്, പക്ഷെ വിദ്യാഭ്യാസം ചെയ്യാൻ പറ്റിയില്ല. അപ്പം അങ്ങനെയുള്ള വലിയ അറിവുള്ളൊരു മനുഷ്യൻ, താത്വികനാണ് മനുഷ്യൻ. അപ്പോൾ ആ മനുഷ്യനോട് പറഞ്ഞു, ഇന്ന് വരെയും എൻ്റെ മോൾ എൻ്റെ വീടിൻ്റെ പരിസരം വിട്ട് പുറത്ത് പോയിട്ടില്ല, അല്ലെ ഞങ്ങൾ ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോകണം, അല്ലെ വാഹനത്തെ കൊണ്ടുപോകണം.
അതെന്നെ അന്വേഷിച്ചു ഒരു 1/2 കിലോമീറ്ററോളം ഞാൻ ചെന്ന് പാറമാടയിലേക്ക് വന്ന കൊച്ചി. ഞാൻ പോകുന്ന വഴി അവൾക്കറിയാവുന്നതുകൊണ്ട് അവൾ നടന്ന് അങ്ങോട്ട് വരികയായിരുന്നു പറഞ്ഞു. അവൾ നടക്കുന്ന കണ്ടുകൊണ്ട് നാട്ടുകാർ ഓടി വന്ന് പറഞ്ഞു അവിടെ കുഞ്ഞിറങ്ങിപ്പോകുന്നു. അങ്ങനെ ഞാൻ ഓടി വന്ന് എൻ്റെ മോൾക്ക് വിടുതലായെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ വീട്ടിലൊരു പ്രാർത്ഥന നടത്തണം. ഞാൻ പറഞ്ഞു പ്രാർത്ഥന നടത്താം. അന്ന് വൈകിട്ട് തന്നെ ഞാൻ ജോണിയേട്ടനെ വിളിച്ചു. അദ്ദേഹം വന്ന് ഞങ്ങളെ വീട്ടിലൊരു പ്രാർത്ഥന നടത്തി. വലിയ സന്തോഷമായി എല്ലാവർക്കും. അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ എന്ത് ചെയ്യണം. ഞാൻ പിന്നെ സുവിശേഷമൊക്കെ പറഞ്ഞു. ആ വീട്ടിൽ ഞാനൊരു സൺഡേ സ്കൂൾ ആരംഭിക്കുകയാണ്. ആ വീട്ടിൽ അവർ പറഞ്ഞു ഇവിടെ എന്ത് വെള്ളം നടത്താവും. ഞങ്ങൾ സൺഡേ സ്കൂൾ ആരംഭിച്ചു. കുറേ കുട്ടികളൊക്കെ കൊള്ളുന്നു. അവരെല്ലാം ഞാൻ സൺഡേ സ്കൂൾ പഠിപ്പിച്ചു. അവർക്കെല്ലാം സൺഡേ സ്കൂൾ ക്ലാസ്സുകളൊക്കെ കൊടുത്തവർക്കെല്ലാം വലിയ സന്തോഷമാണ്. അവിടുത്തെ ആൺകുട്ടികളെല്ലാം ഞാൻ ടൂർ കൊണ്ടുപോവുകയും അങ്ങനെ ആ ഗ്രാമമായിട്ട് ആ നാടുമായിട്ട് എനിക്കൊരു നല്ല ബന്ധമായി. അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങൾ രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം, കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ ആ പിതാവും മാതാവും രക്ഷിക്കപ്പെട്ടവർ സ്നാനപ്പെടാനുള്ള തീരുമാനങ്ങളായി. അങ്ങനെ ആ കോളനിക്കകത്ത് ഞാനും ജോണിയേട്ടനും എൽദോസ് എന്ന് പറയുന്ന ഒരു ഭാഷ ഞങ്ങൾ 3 പേരോടെ ചേർന്ന് പ്രവർത്തനം ആരംഭിച്ച് അങ്ങോട്ട് സഭ 2001 സ്റ്റാർട്ട് ചെയ്തു. 2000 പകുതിയൊക്കെ ആയിരുന്നു. അങ്ങനെ അവിടെ സ്റ്റാർട്ട് ചെയ്തു. അവിടെ 10-22 പേര് സ്നാനപ്പെട്ടു. 40ഓളം പേര് അവിടെ ആരാധനയ്ക്ക് വന്ന അവിടെ ഇരിക്കാൻ പറ്റാത്ത വിധമുള്ള അങ്ങനെ ആ കോളനിക്കകത്ത് ഒരു വലിയ പ്രവർത്തനം ചുറ്റുവട്ടത്ത്. അങ്ങനെ ഞാനവിടെ സഭ ആരംഭിക്കുകയാണ്. കർത്താവിനെ കൊണ്ടൊരു സഭ ആരംഭിച്ചു. അങ്ങനെ ഒത്തിരി പേര് സ്നാനപ്പെടുക. പിന്നെ അവിടെ നിന്നപ്പോൾ ഞങ്ങളുടെ മാതൃ ചർച്ചെന്ന് എൻ്റെ അപ്പച്ചനെ അമ്മച്ചീനെയും അവിടുത്തെ അപ്പച്ചൻ പറഞ്ഞു വിട്ടു. അവൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, ഒന്നും ആയില്ലല്ലോ, ശരി അമ്മച്ചൻ ചെന്ന് അവനെ സഹായിക്കാൻ പറഞ്ഞു. അങ്ങനെ വന്നു. പിന്നെ ആ സഭയിൽ ഒരു മൂപ്പൻ ഷമുൽച്ചാൻ എന്ന് പറയുന്ന ഒരു മൂപ്പൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരോടും കൂടി അവിടെ സഭ സ്ഥാപിച്ചൊരു സ്വതന്ത്ര സഭയായിട്ട് അങ്ങനെ അവിടെ നിൽക്കുകയാണ്. അങ്ങനെ 7 കൊല്ലമായി. 2006 ഞാനൊരു 40 ദിവസം ഉപവാസമിരിക്കുകയാണ്. ആ സമയത്ത് ആദ്യമായിട്ടാണ് ഞാൻ കൺവെൻഷന് പ്രസംഗിക്കുന്നത്. 3 അനുഗ്രഹിക്കപ്പെട്ട പ്രശസ്തരായ കൺവെൻഷൻ പ്രസംഗന്മാരുടെ പേരോടൊപ്പം എനിക്കും പ്രസംഗിക്കാൻ കർത്താവ് അവസരം ചെയ്തു. ആ കൺവെൻഷൻ കഴിഞ്ഞ് 2006 ദൈവാത്മാവ് ഒരു ആലോചന പറഞ്ഞു. ദ്വീപ് സമൂഹങ്ങളിൽ മീറ്റിംഗ് ശുശ്രൂഷ ഉണ്ടാവും, അതോടൊപ്പം അവിടെ നിന്ന് വിവാഹവും ആയിരിക്കുമെന്ന് പറഞ്ഞു. ഞാനത് എഴുതി വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവിടെ നിന്ന് ദ്വീപ് സമൂഹങ്ങളിൽ. അങ്ങനെ 2007 ആരംഭത്തിലായപ്പോൾ എനിക്ക് എൻ്റെ ഒരു സുഹൃത്ത് മുഖാന്തരം എറണാകുളം ചെല്ലാനം മേഖല, തീരദേശ മേഖല, അവിടെ എല്ലാം ദ്വീപുകളാണ്. അവിടെ നിന്നൊരു ആലോചന വന്നു. അപ്പോൾ ഞാൻ ആ പെൺകുട്ടിയെ കാണാൻ പോയി. അവർ എന്നെക്കുറിച്ച് പ്രാർത്ഥിച്ചു. എന്നെ ദർശനം കണ്ടപ്പം ദർശനം കണ്ട ആൾ തന്നെയാണ് ചെല്ലുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് 2 പേർക്കും പരസ്പരം ഇഷ്ടപ്പെട്ടു. ദൈവത്തിൻ്റെ നിയോഗമായതുകൊണ്ട്. അദ്ദേഹവും കത്തോലിക്ക സഭയിൽ ഒരു കന്യാസ്ത്രീയാകാൻ പോയി ആഗ്രഹിച്ച പെൺകുട്ടിയാണ്. 50 വർഷത്തോളം വിവിധ മഠങ്ങളിൽ പൂർണ്ണ സമർപ്പണത്തോടെ കർത്താവിൻ്റെ വേല ചെയ്യുക, ആ വിശ്വാസധാരയിൽ നിൽക്കുക. അങ്ങനെ സ്പെയിനായിട്ട് പോകാണ്ട് സ്പെയിൻ ഭാഷയൊക്കെ പഠിച്ച് ഡൽഹിയിലായിരിക്കുന്ന സമയത്താണ് പുള്ളിക്കാരത്തെ രക്ഷിക്കപ്പെട്ടത്. ആ ഒരു അസ്വസ്ഥതയോടുകൂടെ ഛർദിൽ പോലെ വന്നു, അനുഭൂതി വന്നു. പിന്നെ അപ്പം ഒരുപക്ഷെ നാളുകളിൽ അദ്ദേഹം സാക്ഷ്യം പറയാനുള്ളത് കൊണ്ട് ഞാനത് പറയുന്നില്ല, ഞാനത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് 2007 അനുഗ്രഹിക്കപ്പെട്ട വ്യാപാരത്തിൽ. അങ്ങനെ ഞങ്ങൾ 4 വർഷം വീട്ടിൽ താമസിച്ചു. 2010 ദൈവാത്മാവിൻ്റെ നിയോഗം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കോതന്തല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വരികയാണ്. എൻ്റെ സഭയുള്ള സ്ഥലത്ത്. അവിടെ ഒരു കെട്ടിടം വാടകയ്ക്കെടുത്തു. ഇന്നും ഞങ്ങൾ വാടകയ്ക്കാണ്. അന്ന് അവിടെ വന്ന് വാടകയ്ക്ക് വീടെടുത്തു, താമസിച്ചു. അങ്ങനെ ആ ദേശത്തിൻ്റെ ആ വാർഡിൻ്റെ മഞ്ഞൂർ പഞ്ചായത്തിൻ്റെ ആ വാർഡുകളാണ് അതെല്ലാം. ആ വാർഡുകളിലെ എന്നെ ഒരു പഞ്ചായത്താണ് കോതന്തല്ലൂരൊക്കെ. അപ്പോൾ അതിനകത്ത് പല സ്ഥലങ്ങളിൽ വീട് എടുത്തപ്പോൾ 4-ാമത്തെ സ്ഥലത്ത് ഞങ്ങൾ വാടകയ്ക്ക് താമസിച്ച് കർത്താവിൻ്റെ വിലയ്ക്കാണ്. അതിനിടയ്ക്ക് മൂത്ത മോളുണ്ടായ സമയത്ത് 1 വയസ്സുള്ളപ്പോൾ, 1 വയസ്സാകുന്നതിന് മുന്നേ ദിവാസൻ പറഞ്ഞു നിങ്ങൾ മരണയോർദാൻ കടക്കും. അങ്ങനെ ഒരു കഷ്ടതയിലൂടെ കടന്നു. എന്തായിരുന്നാലും ഞാനൊരു ചുഴലിത്തണ്ണമുള്ള ഒരാളുടെ ഒരു വിഷയം പ്രാർത്ഥിച്ചിട്ട് വരുന്ന രാത്രിയിൽ എൻ്റെ മോൾക്ക് ഫിക്സ് പോലെ രോഗമുണ്ടായി. നേരം വെളുക്കുന്നോളം വരെ ഫിക്സ് വന്ന് ഏറ്റവും അവസാനം മലമരം പച്ച മലമതിൻ്റെ മുകളിൽ തളർന്ന് പാടിത്തന്നെ ഞങ്ങളുടെ മടിയിൽ ആണ്. അപ്പോൾ ആശുപത്രിയിലൊന്നും ഞാൻ കൊണ്ടുപോയില്ല, ഞാൻ പ്രാർത്ഥിച്ചു. എന്തായാലും ശ്വാസം നിൽക്കുന്ന ശരീരം മുഴുവൻ തണുത്തു.
ഇവിടെ മാത്രമേ ഒരല്പം ചൂടുള്ളൂ. ദൈവത്തോട് ശുദ്ധമായി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവളെ ഇവിടെ ഞെട്ടലോടെ എഴുന്നേറ്റ് മോള് ശ്വാസം തിരിച്ചെടുത്ത് അങ്ങനെ ആ ഒരു മരണയോർദാൻ കടന്നു. സത്യം പറഞ്ഞ് ഞാൻ വലിയ വിശ്വാസിയൊന്നും അല്ലെങ്കിൽ വിശ്വാസത്തില് അങ്ങനെ ഒന്നും ഉണ്ടെങ്കിൽ പോലും ഞാൻ ഇപ്പൊ 29-30 വർഷത്തിലേക്ക് വിശ്വാസം താഴുകയാണ്. ഞാൻ ഇന്നുവരെ മരുന്ന് കഴിക്കാറില്ല. ഞാൻ ദൈവത്തോട് പറഞ്ഞു, ഈ ഭ്രാന്തിൽ നിന്ന് വിടുവിച്ച ഒരാൾക്ക് ഇനി എന്താ അസുഖം വരാനുണ്ട്? ഇനി ഒന്നും വരാനില്ല. അപ്പൊ എനിക്ക് ഇനിയിപ്പോ മരുന്നിന്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ മരുന്നിലും പോകുന്നില്ലെന്ന്. അപ്പോ അങ്ങനെ ഉപയോഗിക്കാറില്ല. എന്റെ സഭയിൽ ഞാനത് പഠിപ്പിക്കാറുണ്ട്. സഭയിൽ നല്ലൊരു ശതമാനം ആൾക്കാരും മരുന്ന് ഉപയോഗിക്കാറില്ല. അവർ മരുന്ന് ഉപയോഗിക്കാതെ തന്നെ നിത്യത്തിൽ പോകും പലരും. അപ്പോൾ വിശ്വാസത്തിൽ അല്പം ക്ഷീണമുള്ളവരോടൊക്കെ പറയും, ശരി പ്രാർത്ഥിക്കും, നിങ്ങൾ മരുന്ന് കഴിച്ചു, കുഴപ്പമില്ല. അങ്ങനെയുള്ളവർക്കത് എന്നാൽ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കണം, പക്ഷേ ഞങ്ങൾ ആശുപത്രി പോകുന്നില്ലെന്ന് പറഞ്ഞവരെല്ലാം പ്രാർത്ഥിക്കുന്നവരെല്ലാം മരുന്ന് അസുഖിക്കാകുന്നു. വിശ്വാസം ഓരോരുത്തർക്കും പങ്കിട്ട് കൊടുത്ത പോലെയാണല്ലോ. ഇപ്പൊ വീട്ടിലാണെങ്കിൽ ഭാര്യയും മൂത്ത മോളും ഞാനും മരുന്ന് കഴിക്കുന്നില്ല. അവരാരും വിഷയങ്ങൾ അങ്ങനെ ഇല്ല. അത് ചെറിയ അസുഖങ്ങൾക്കാണെങ്കിലും ചെറിയ ഒരു മരുന്നും കഴിക്കാറില്ല. ഇളയ 2 പേർക്ക് മാത്രം അല്പം മരുന്ന്. അപ്പൊ ഞാൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ വിശ്വാസം വന്ന് വർദ്ധിച്ച് കേട്ട് കേൾവിയാൽ വന്ന് ഞങ്ങളുടെ പപ്പായും മമ്മിയും ഒന്നും മരുന്ന് ഉപയോഗിക്കുന്നില്ല, ആ കർത്താവ് തന്നെ ഞങ്ങളെ സൗഖ്യമാക്കി എന്നൊരു വിശ്വാസം ഉണ്ടാകുമ്പോൾ അവർ ചെയ്തോട്ടെ. മറിച്ച് ഞാൻ അവർ നിർബന്ധിക്കാറില്ല. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ മോന് കൊണ്ട് മരുന്ന് മേടിച്ചു കൊടുത്തിട്ടാണ് കൊണ്ടുവന്നത്. അപ്പൊ അവനോട് ഞാൻ പറഞ്ഞു, യേശു എന്നെ സൗഖ്യമാക്കിയതാണ്, ആ യേശു നിന്നെ സൗഖ്യമാക്കി, നീ വിശ്വസിച്ചാൽ മതി. അപ്പൊ അവരെ അടിച്ചേൽപ്പിക്കുന്നില്ല, തീർച്ചയായിട്ടും നിങ്ങൾ വിശ്വസിച്ചാൽ മതി എന്ന് പറയും. അപ്പൊ ചില സമയത്ത് വന്ന് പ്രാർത്ഥിക്കുക, അസ്വസ്ഥ, അപ്പോൾ അങ്ങ് മാറും. എന്നാലും അതുകൊണ്ട് ഞാൻ അതൊരു ഇതായിട്ട് അവരോട് പറയാറില്ല. എങ്കിലും രോഗശാന്തി വരം കർത്താവ് എന്നോട് പറഞ്ഞിരിക്കുന്നത്, ഭൂതങ്ങളെയും മരണതുല്യമായതും ആശുപത്രി ഉപേക്ഷിച്ചതൊക്കെ ഞാൻ നിന്നിലൂടെ സൗഖ്യമാക്കുമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്കൊരു വരം ഉണ്ടായിരിക്കാം. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാ സംഗതികളും അങ്ങനെ. പിന്നീട് വന്നിരിക്കുന്ന ബ്രെയിൻ ട്യൂമറ്, ക്യാൻസർ, മാനസിക രോഗികളെ ഒക്കെ പ്രാർത്ഥിച്ച സൗഖ്യമുണ്ട്. അങ്ങനെ 2010 കൂടിയാണ് ഞങ്ങൾ അവിടെ നിന്ന് മാറുന്നത്. ആ സമയത്താണ് എൻ്റെ സുഹൃത്ത് മുഖാന്തരം എനിക്ക് മലപ്പുറത്തുള്ള എൽഷദായി ഗോസ്പൽ മിനിസ്ട്രീസ് എന്ന് പറയുന്ന ടീമിലേക്ക് ഒരു ക്ഷണമുണ്ടായി, സുവിശേഷം പറഞ്ഞു. അത് ഇന്ത്യയിൽ മൊത്തം സഞ്ചരിക്കുന്ന ടീമാണ്, കേരളം മൊത്തം. അപ്പം അവിടെ ചെന്നു. അവരുടെ കൂടെ നേപ്പാളില് എനിക്ക് 2003 പോകാൻ കർത്താവ് ചാൻസ്. അവിടെ ചെന്നു. 2003 ഒരുപാട് ബുദ്ധ സന്യാസിമാരോടും വിശ്വാസികളോടും അവരോടൊക്കെ കർത്താവ് സ്ഥലം നൽകി. അതിനുശേഷം ഡൽഹിയിലെ, ഗുഡ്ഗാവിലെ, ആന്ധ്രയിലെ, കർണാടകയിലെ, തമിഴ്നാട്ടിലെ, ബംഗാളിൽ ഞാൻ പണ്ട് പോയതാണ്, അത് സുവിശേഷമായിട്ടല്ല, ബംഗാളിലെ, അങ്ങനെ 18ഓളം സ്റ്റേറ്റുകളിൽ കർത്താവിനെ സാക്ഷീകരിച്ചു. കേരളത്തിൻ്റെ 14 ജില്ലകളിലും ഏതാണ്ട് 80,000 കവലകളിലും ഇടങ്ങളിലുമായിട്ട്, കവലകൾ മാത്രമല്ല എല്ലാ സ്ഥലങ്ങളിലും, 14 ജില്ലയുടെ എല്ലാ സ്ഥലങ്ങളിലും സുവിശേഷം പറഞ്ഞ ആ ടീമിനോടുള്ള ബന്ധത്തിൽ എനിക്ക് അവസരം ലഭിച്ചു. അങ്ങനെ എനിക്ക് 50,000 കവലകൾ പ്രസംഗിച്ചെന്ന് പറഞ്ഞുള്ള ഒരു മെമൻറ്റോ കഴിഞ്ഞ വർഷം അവിടെ തിരുവനന്തപുരത്തിൽ മണർകാട് പഞ്ചായത്തിലെ അവരെനിക്ക് തിരുവനന്തപുരത്ത്. ഞാൻ പാർക്കുന്ന മാഞ്ഞൂർ പഞ്ചായത്ത് എൻ്റെ സ്വന്തം നാടാണ്, കുറുപ്പന്തറ എന്ന സ്ഥലം. അതിനകത്ത് തന്നെയാണ് കോതമംഗലൂർ എന്ന ദേശം. ഏകദേശം ഇവിടെ 34,488 ആത്മാക്കളാണുള്ളത്. 34,000. ഞങ്ങളുടെ പഞ്ചായത്ത് 18 വാർഡാണ്. 18 വാർഡിൽ ഞാനിപ്പോൾ നിൽക്കുന്ന 7ാം വാർഡിലാണ്. അപ്പോൾ 7ാം വാർഡ് മുഴുവൻ ഞാൻ ഏകദേശം സുവിശേഷീകരിച്ചു കളഞ്ഞാണ്. ഇവിടെ ഏതാണ്ട് 38ഓളം ആരാധനാലയങ്ങളുണ്ട്. 38 ആരാധനാലയങ്ങളിൽ 17 ക്ഷേത്രങ്ങളുണ്ട്, അതിൻ്റെ വിശ്വാസികളുണ്ട്. പിന്നെ പെന്തക്കോസ് സഭകൾ ഏതാണ്ട് 8ഓളമുണ്ട്. 1000 വിശ്വാസികൾ അടുത്തില്ല. ഞാൻ ഈ പഞ്ചായത്തിനെല്ലാം വേണ്ടി, ഈ നാടിന് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഫുൾ ഗോസ്പൽ ചർച്ച് എന്ന് പറയുന്ന ഡാനിയൽ സാറിൻ്റെ സഭയുടെ ഒരു ശുശ്രൂഷകനാണ്. ഞാൻ സ്ഥാപിച്ച സഭയിൽ തന്നെ 25 വർഷമായിട്ട് ഇരിക്കുകയാണ്. ഇപ്പം എനിക്ക് ആത്മാക്കൾ കുറവാണ്. ഈ ആത്മാക്കളെയൊക്കെ നേടി കഴിഞ്ഞ മാസമാണ് 2 പേരെ സ്നാനപ്പെടുത്തിയത്. അങ്ങനെ ഇവിടെ ഞാൻ വാടകയ്ക്കാണ് താമസിക്കുന്നത്. ഇവിടുത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് സുവിശേഷത്തിന് അനുകൂലമാണോ അല്ല, എന്നാൽ പ്രതികൂലമാണോ തന്നെ. ഇവരെല്ലാം പാരമ്പര്യങ്ങളിൽ കൂടുതൽ കെട്ടപ്പെട്ട് കിടക്കുന്ന ഒരനുഭവത്തിലൂടെയാണ് ഈ നാടിൻ്റെ എന്ന് പറയുന്നത്. എന്നാലും ഒത്തിരി സഭകളുണ്ട് ചുറ്റുവട്ടത്തിലെല്ലാം. അപ്പോൾ ഇവിടെ
മിക്ക ദൈവദാസന്മാർ വന്നിട്ട് മിക്ക ഏരിയകളിലും സുവിശേഷത്തിൽ വേല വിജയിക്കാതെ ഇട്ടേച്ച് പോകുന്ന ഒരു മേഖലകളുമുണ്ട് ഈ മാഞ്ഞൂർ പഞ്ചായത്തിൻ്റെ പല സ്ഥലങ്ങളിൽ ഭാഗപ്പെട്ടാണ്. എന്നാൽ ഒരു വിജയം ഇവിടെ കൊണ്ടുവന്ന പരിശുദ്ധാത്മാവ് ദൂത് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഇതേ ചിന്തിക്കുന്നത്. എനിക്ക് നേപ്പാളിൽ വേല ചെയ്യാൻ അവസരം കിട്ടിയതാണ്, ഡൽഹിയിൽ വേല ചെയ്യാൻ അവസരം, കർണാടകയിൽ എൻ്റെ സുഹൃത്ത് മുഖാന്തരം, മധുരയിൽ എൻ്റെ വേറെ സുഹൃത്ത് മുഖാന്തരം, കുമളിയിൽ എൻ്റെ സുഹൃത്ത് മുഖാന്തരം ഒക്കെ ലഭിക്കപ്പെട്ടു. പക്ഷേ ദൈവാത്മാവിനോട് പറഞ്ഞ് ഈ ദേശത്ത് നിൽക്കാൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഈ ദേശത്ത് നീണ്ട 26 വർഷമായിട്ട് ഞാനും എൻ്റെ കുടുംബം ഇവിടെ വേല ചെയ്യുന്നത്. കർത്താവ് ഞങ്ങളെ ഐശ്വര്യമായിട്ടാണ് നടന്നത്. ഓരോ ദിവസവും വളരെ അത്ഭുതകരമായിട്ടാണ് നടത്തുന്നത്. എൻ്റെ വാഹനങ്ങൾ എനിക്ക് ആദ്യം ഞങ്ങളുടെ സെൻട്രൽ എനിക്കൊരു വാഹനം തരികയായിരുന്നു. ഞാൻ ദൈവത്തോട് പറഞ്ഞു, ഞാൻ എൻ്റെ അന്നത്തെ ആ ഒരു അറിവില്ലായ്മയിൽ ഞാൻ എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് എല്ലാം ഉപേക്ഷിച്ചു. ഒരു മാനസിക അസ്വസ്ഥത ആദ്യം നേരിട്ട സമയത്ത് ഒരു പക്ഷേ നഷ്ടപ്പെട്ടു, അത് കത്തിച്ച് കളഞ്ഞത്. എൻ്റെ ഡ്രസ്സ്, ബുക്ക്, പുസ്തകങ്ങളൊക്കെ ഇങ്ങനെ എസ്എസ്എൽ ബുക്ക് എല്ലാം ഇങ്ങനെ കത്തിച്ച് കളഞ്ഞു, മാനസിക ഭ്രാന്തി. അപ്പം ഞാൻ ദൈവത്തോട് പറഞ്ഞു, എൻ്റെ വാഹനമൊന്നും ഓടിക്കുന്നില്ല, എനിക്ക് വാഹനമൊന്നും ആവശ്യമില്ല. പക്ഷേ ദൈവം എനിക്ക് ഒരു വാഹനം എൻ്റെ സെൻട്രൽ പാഷ വന്നു. ആ വാഹനം പഴകിയപ്പോൾ തന്നെ എൻ്റെ കൂട്ടുകാരൻ ഡൽഹിക്ക് പോകാൻ നേരത്ത് അദ്ദേഹത്തിൻ്റെ വാഹനം എനിക്ക് തന്നിട്ട് പോയി. അപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, ഇനി ഒരു വാഹനം ഞാൻ പണം കൊടുത്ത് വാങ്ങിക്കാറില്ല, ദൈവം എനിക്ക് തരുന്നതൊക്കെ മതി, അല്ലാതെ ഞാനൊന്നിനും ആവശ്യപ്പെട്ട അങ്ങോട്ട് ദൈവത്തോട് ഞാൻ അങ്ങനെ എൻ്റെ ഭൗതിക ആവശ്യങ്ങളൊന്നും പ്രാർത്ഥിക്കുന്ന ഒരാളല്ല. ദൈവത്തോട് അങ്ങനെ പിടിച്ചു വായിക്കണമെന്നുള്ള ആഗ്രഹമുള്ള ഒരാളല്ല. ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടു പോയ ജീവിതമാണ്. ലോകത്ത് 25 വയസ്സുള്ള ചെറുപ്പക്കാരൻ ഭ്രാന്ത് വന്നു ഒരുപക്ഷെ മെഡിക്കൽ കോളേജിൻ്റെ ഏതെങ്കിലും ഒരു സെല്ലിലോ അല്ലെങ്കിൽ നാട് വഴി ഓടയിൽ വെള്ളം കോരി കുടിച്ച് ആരെങ്കിലും തരുന്ന ഭക്ഷണങ്ങളിൽ നിന്ന് ചീഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച് വഴിയിലൂടെ നടക്കേണ്ട ഒരു മനുഷ്യന് ഇത്രയും വലിയ വിടുതൽ തന്നപ്പോൾ എന്തോ ദൈവത്തോട് ചോദിക്കണ്ടേ? ഞാനതാ ചിന്തിക്കുന്നു, ദൈവത്തോട് എന്ത് ചോദിക്കാനാണ്? കൃപയല്ലാതെ, നടത്തണമേ എന്നല്ലാതെ ഒന്നും ഞാൻ ദൈവത്തോട് ചോദിക്കാറില്ല. പിന്നെ കർത്താവെല്ലാം നമുക്ക് ധാരാളമായി അനുഭവിപ്പാൻ കൃപ നൽകിയിട്ടുണ്ട്. നമുക്കെല്ലാം കർത്താവ് ദാനമായി നൽകുന്നുണ്ട്. അങ്ങനെ ഞാനും എൻ്റെ കുടുംബം, എൻ്റെ മൂത്ത മോളുടെ പേര് ഐറിൻ, +2 പഠിക്കുന്നു. രണ്ടാമത്തെ മോൻ ലേണൽ സാം, അദ്ദേഹം 10ാം ക്ലാസ്സിൽ. ഇളയ മോള് മിറായ റിബേക്ക 3ാം ക്ലാസ്സിൽ. ഭാര്യ വിൻസി മാർഗരറ്റ് ആൻഡ് ജോൺസൺ മാത്യു. ഞങ്ങളെ കുടുംബമായി കർത്താവിൻ്റെ വേലയിൽ കോന്നല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കും. നിങ്ങളെല്ലാവരും ഞങ്ങളുടെ വേലയോർത്ത്, ഞങ്ങളുടെ മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്ന. വിശേഷാൽ ചാനലിൻ്റെ ആൻറ്റിക്ക് പ്രത്യേകം നന്ദി പറയുന്നു. പ്രേക്ഷകരായിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഇങ്ങനെ അവസരം ലഭിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നന്ദി. ഓക്കെ, താങ്ക് യു പാസ്റ്ററെ, താങ്ക് യു. പാസ്റ്ററോട് ഞാനൊരു കാര്യം കൂടെ ചോദിക്കുകയാണ്. പാസ്റ്ററിൻ്റെ മിനിസ്ട്രിയിൽ ദൈവം പല പല അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം അതിനകത്ത് പാസ്റ്ററിനെ പ്രത്യേകമായിട്ട് പാസ്റ്ററിനെ ദൈവപ്രവൃത്തി വെളിപ്പെട്ട 1-2 കാര്യങ്ങളും കൂടെ പാസ്റ്ററിന് പറയാൻ പറ്റുമെങ്കിൽ പാസ്റ്റർ പറഞ്ഞിട്ട് നമ്മുടെ കേൾവിക്കാർക്ക് അതൊരു വലിയൊരു അനുഗ്രഹമായി തീരുമല്ലോ. പറയാം. 2013 വഴിയിലൂടെ അല്പമാത്രമായ വസ്ത്രം ധരിച്ച് പോകുന്ന ഒരു സ്ത്രീ, ഞാനും എൻ്റെ ഭാര്യയും കൂടി വെള്ളിയാഴ്ച ഉപവാസപ്രാർത്ഥനയ്ക്കും വേണം അവരെ ബസ്സിൽ വെച്ച് കാണുന്നത്. അത് കഴിഞ്ഞിട്ട് ശനിയാഴ്ച പിറ്റേ ദിവസം ഞാൻ അവരെ വേറെ സ്ഥലത്ത് വെച്ച് അവരെന്നെ കാണുകയാണ്. അപ്പോൾ എൻ്റെ അടുത്തേക്ക് ഓടി വന്നിട്ട്, നിങ്ങൾ പാസ്റ്ററാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ. അവരുടെ മുടിയെല്ലാം അഴിച്ച് എന്നെ ഒരു വല്ലാത്ത അവസ്ഥയിലാണ്, അതിന് ശരിക്കും മാനസികമായ അവസ്ഥയിലാണ്. അവരെന്നോട് പറഞ്ഞു, എവിടെയാണ് പാസ്റ്റർ പ്രവർത്തിക്കുന്നത്? ഞാൻ പറഞ്ഞു ഇങ്ങനെ സ്ഥലത്താണ്. കുറച്ച് ബോധമുണ്ട് അവർക്ക്. അവര് എൻ്റെ ചർച്ചിൽ വന്നെന്നുള്ളതാണ് പിറ്റേ ഞായറാഴ്ച. അപ്പം ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോഴവർക്ക് ഒരു സാരി മാത്രമേ, മുറിഞ്ഞ വസ്ത്രങ്ങളൊക്കെയാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവർക്ക് സൗഖ്യമായി. അവർ LLBക്ക് പഠിച്ച ഒരു സ്ത്രീയായിരുന്നു. പ്രേമനിരാശയിൽ അവർക്കുണ്ടായ മാനസിക ഇതുണ്ടായിരുന്നു. അവരെൻ്റെ കൂടെ 1.5 വർഷം പിന്നീട് ആരാധിച്ചു.
പിന്നെ അവർ 2017 അവർ മരിക്കുന്നത്. അങ്ങനെ ഒരു അത്ഭുതമുണ്ടായി. പിന്നീട് അട്ടപ്പാടി എന്ന് പറയുന്ന സ്ഥലത്ത് സഭയിൽ ഉപവാസ പ്രാർത്ഥനയിൽ ഭൂതങ്ങൾ ബാധിച്ചവരായിരിക്കുന്ന സ്ത്രീകൾ കുറേ പേരെ സൗഖ്യമായി. പിന്നെ കടപ്പളാമറ്റം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് തളർന്നു കിടന്ന ഒരു ചെറുപ്പക്കാരൻ ഞങ്ങൾ പോയി പ്രാർത്ഥിച്ച് അദ്ദേഹം എഴുന്നേൽക്കാൻ വിശ്വാസത്തിൽ വന്നില്ല, പക്ഷെ കുറച്ച് നാളോടെ ജീവിച്ചിരുന്നിട്ട് അദ്ദേഹം യേശുവിനെ സ്വീകരിച്ചെങ്കിലും മുന്നോട്ട് നടക്കുകയൊക്കെ ചെയ്തു വീടിൻ്റെ പരിസരങ്ങളൊക്കെ. അതൊരു വലിയ അത്ഭുതമാണ്. അങ്ങനെ വഴിയായി തുറന്നു. പിന്നെ എൻ്റെ ചർച്ചിലുള്ള പലരും ഇങ്ങനെയുള്ള വിഭ്രാന്തിയിൽ നിന്ന് വന്ന് സൗഖ്യം പ്രാപിച്ചവരാണ്. അങ്ങനെ പിന്നെ ഡൽഹിയിൽ പോയ സമയത്തും ഭൂതം ബാധിച്ച നിരവധി പേര് സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്. കൂടുതലും അങ്ങനെയുള്ള ശുശ്രൂഷകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നീട് സുവിശേഷത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട്, പിന്നെ മരണത്തിന് മരിക്കണമെന്ന് ചിന്തിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന ഒരാളെ അദ്ദേഹത്തോട് സുവിശേഷം പറഞ്ഞു, അദ്ദേഹത്തിന് സൗഖ്യമായി. അദ്ദേഹം വിശ്വാസത്തിൽ വന്നു. രണ്ടാമത് ഉപ്പ് മാത്രം കൂട്ടാതെ പച്ചയ്ക്ക് ചോറ് കഴിക്കുന്ന ഒരു പെൺകുട്ടി, അവൾക്കും ഫിക്സ് എന്ന് പറയുന്ന അസുഖമായിരുന്നു. ആ കുട്ടിയുടെ അറിവ് മാതാപിതാക്കന്മാർ പറഞ്ഞതാണ്, ചെറുപ്പകാലത്തിലെങ്ങാനും ഞങ്ങൾ ചോറ് ഉപ്പ് കൂട്ടി വെച്ചു കൊടുക്കും, പക്ഷെ അവൾ തുപ്പിക്കളയും. ഒരു 2 വയസ്സൊക്കെ ഉള്ള സമയം, 1 വയസ്സുള്ള സമയത്താണ്. പിന്നെ ഉപ്പ് കൂട്ടിയിട്ടില്ല. പക്ഷെ അന്ന് മുതലേ കുഞ്ഞിന് ഫിക്സാണ്. അന്ന് ആ കൊച്ചി എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വരുമ്പോൾ 13 വയസ്സുണ്ട്. പക്ഷെ ഒരു 8 വയസ്സ് കുട്ടികളെ പോലെയാണ് അതിൻ്റെ ശരീരപ്രകൃതി. പ്രാർത്ഥിച്ച് വെള്ളം കൊടുത്തു. സമയം ഉണ്ണാൻ നേരത്തെ ആ കുഞ്ഞ് ഉപ്പ് ചോദിച്ചു. അങ്ങനെ ഉപ്പ് കൂട്ടി ഭക്ഷണം, കറികളൊക്കെ കൂട്ടി ഭക്ഷണം കഴിച്ചു. അങ്ങനെ ആ പെൺകുട്ടി ഭക്ഷണം കഴിക്കാൻ കർത്താവ് അവളെ സഹായിച്ചു. അത് കാണക്കാരി എന്ന് പറയുന്ന സ്ഥലത്ത്, കാണക്കാരി. ഇന്നും ആ കുട്ടിയുണ്ട്. ഞങ്ങളുടെ സഭയിൽ നിന്ന് പോയി കഴിഞ്ഞ ശേഷം വേറൊരു സഭയിൽ പോയി, പിന്നെ അവിടെ നിന്ന് ഒരു വേറെ സഭയിലേക്ക് പോയി. അപ്പൊ ഞാൻ കാണാറില്ല. അതെൻ്റെ പിതാവിനെ കാണാറുണ്ട് ഇടയ്ക്ക്, പക്ഷെ അങ്ങനെ കേരള. പിന്നെ എനിക്ക് ഇൻഡോറിൽ എൻ്റെ പെങ്ങൾ നേഴ്സായിരിക്കുന്ന സമയത്ത് 2006 കണ്ണ്, അന്ന് ആ 2006 40 ദിവസം ഉപവാസിരിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, ഞാൻ ചെയ്തതിനേക്കാൾ അധികമായ കാര്യങ്ങൾ നിന്നെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ 8 വയസ്സ് മുതൽ കണ്ണട വെച്ച ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു, ഇത് റെയ്നോഡ് ബോങ്ക ഒക്കെ പ്രാർത്ഥിച്ച വിഷയം, അങ്ങനെ പല ഒത്തിരി ലോക പ്രശസ്തന്മാർ പ്രാർത്ഥിച്ചതാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിന്റെ കണ്ണ് യേശു സൗഖ്യമാക്കും, കണ്ണട എടുത്ത് മാറ്റിക്കൊള്ളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞതുകൊണ്ട് ആ പെൺകുട്ടി കണ്ണട എടുത്ത്, അന്നാമത് ആ പെൺകുട്ടി +2 പഠിക്കുക, കണ്ണൊക്കെ എടുത്ത് മാറ്റി. പക്ഷെ ഞാൻ പോന്നു കഴിഞ്ഞപ്പോൾ അത് കണ്ണട വെച്ചു. ദൈവാത്മാനോട് പറഞ്ഞ് ആ വർഷം ഒരു അത്ഭുതം നടക്കുമെന്ന് പറഞ്ഞായിരുന്നു. അത് ഇൻഡോറിലാണ്, ഇൻഡോർ എന്ന് പറഞ്ഞ സ്ഥലത്ത്, മധ്യപ്രദേശിൽ. അപ്പോൾ ഞാൻ രാത്രി മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ചു പോന്നു. എൻ്റെ പെങ്ങളോട് ഞാൻ പറഞ്ഞതുപോലെ പെൺകുട്ടിയെ പ്രാർത്ഥിച്ചു, അത് സൗഖ്യമാണെന്ന് തോന്നുന്നില്ല, അതിങ്ങനെ ആണെന്ന് പറഞ്ഞു. പക്ഷെ വെളുപ്പിനെ ആയപ്പോൾ എൻ്റെ സഹോദരി നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു, അവൾ വിളിച്ചു പറഞ്ഞു, അവിടെ നീ പ്രാർത്ഥിച്ച ആ പെൺകുട്ടിക്ക് സൗഖ്യമായി, അവൾ കണ്ണട എടുത്ത് മാറ്റിയെന്ന് പറഞ്ഞു. അതൊരു വലിയ അത്ഭുതമായിരുന്നു. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എന്നും രാവിലെ എഴുന്നേറ്റ് 5 മണിയാകുമ്പോൾ പോയി മുഖം കഴുകും. സൈഡിലുള്ള ജനലിൻ്റെ അടുത്തുള്ള വാഷ് ബേസിൽ, എന്നിട്ട് കണ്ണട ഉപയോഗിച്ചിട്ട് മുഖം കഴുകിയിട്ടാണ് കണ്ണട എടുത്ത് വെക്കുന്നത്. ആ പെൺകുട്ടി അങ്ങനെ കണ്ണ് കഴുകിയിട്ട് മുഖം തുടച്ചുകൊണ്ട് വിൻഡോ വഴി പുറകും അങ്ങ് നോക്കുമ്പോൾ ദൂരെ അകലെയായിട്ടുള്ള ഹൈവേയുടെ സൈഡിലെ ഒരു വസ്ത്രത്തിന്റെ പരസ്യമുള്ള ബോർഡ് ആ പെൺകുട്ടി കണ്ടു, കണ്ണടയില്ലാതെ. അതാണ് സൗഖ്യം. അതാണ് കർത്താവ് പറഞ്ഞു ഞാൻ ചെയ്തത്. പിന്നെ ഇതുവരെ കണ്ണട വെച്ചിട്ടില്ല അവിടെ. അപ്പൊ അതൊരു സൗഖ്യം. അപ്പൊ അങ്ങ് അങ്ങുള്ള ആ പെൺകുട്ടിയെ പറഞ്ഞിട്ട് ഞാൻ അതിലെ പോയിട്ടുണ്ടെങ്കിൽ അത് കാണാറില്ലെന്ന് പറഞ്ഞു. പിന്നെ ആ പെൺകുട്ടി കണ്ണട വെച്ചിട്ട് അങ്ങനെ അത് കർത്താവ് ചെയ്തൊരു വലിയ അത്ഭുതമാണ്. പിന്നെ രോഗികൾക്ക് പ്രാർത്ഥിക്കുന്ന എല്ലാം തന്നെ സൗഖ്യമാണ്, രോഗശാന്തി. എല്ലാ രോഗികളും സൗഖ്യമാകും, അതൊരു അത്ഭുതമാണ്. കർത്താവ് ദേവദാസിനെ ഉപയോഗിക്കുന്നുണ്ട്. അനേക രോഗികളെ നമ്മുടെ കർത്താവ് ഭൂമി വെച്ച് സൗഖ്യമാക്കിയതാണല്ലോ, അതുപോലെ ദൈവത്തിന്റെ ദാസന്മാരെയും കർത്താവ് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ പാസ്റ്റർ, ഇത്രത്തോളം സമയം ഞങ്ങളോടൊപ്പം ആയിരുന്നതിൽ ഒത്തിരി നന്ദിയുണ്ട്, സ്നേഹമുണ്ട്. കർത്താവ് ദേവദാസിനെ ഇനി ഉപയോഗിക്കട്ടെ, അനേകർക്ക് വിടുതലാക്കി കർത്താവ് തീർക്കുമാറാകട്ടെ. കർത്താവിൻ്റെ നാമം കർത്താവിൻ്റെ ദാസനിലൂടെ ഉയർത്തപ്പെടുവാൻ ദൈവം സഹായിക്കട്ടെ. ദൈവദാസനൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. പ്രാർത്ഥിക്കാം.
മഹാപരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ സ്വർഗസ്വ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായിട്ട് കൊണ്ട് ഞങ്ങൾ കർത്താവിനെ ശ്രദ്ധിക്കുന്നു. ഇങ്ങനെ ഇന്ന് ഈ സമയത്ത് ഇങ്ങനെയൊരു ക്രമീകരണം പരിശുദ്ധാത്മാവ് ഒരുക്കിയതിനായ ദൈവത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ജോയ്സ് ടിവിക്കായി പ്രാർത്ഥിക്കുന്നു. ശേഷം ആന്റിയുടെ ഈ സംരംഭത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അനേക അഭിഷക്തന്മാരെ ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരികയും അവർക്ക് വേണ്ടി ഒരുക്കപ്പെടുന്ന ഈ വേദികൾക്കായി തന്റെ ദാസ്യ അധികമായിട്ട് ഉപയോഗിക്കണമേ. തൻ്റെ കുടുംബത്തിനായി സ്തോത്രം, തലമുറകൾക്കായി സ്തോത്രം, മിനിസ്ട്രിക്കായി സ്തോത്രം. വിശേഷാൽ പ്രേക്ഷകരായിരിക്കുന്ന ഇതിന്റെ കേൾവിക്കാരായിരിക്കുന്ന എല്ലാവരെയും കർത്തൃനാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് നൽകിയ നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം ചെയ്യുകയാണ്. ഒരിക്കൽ കൂടി ദൈവകരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം ചെയ്യുന്ന എല്ലാ മഹത്വവും അങ്ങേക്ക്. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ആമേൻ.